മാന്യ പ്രേക്ഷകർക്ക് പ്രണാമം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമുക്ക് ഏവർക്കും സുപരിചിതമായ, ഏവർക്കും പ്രിയപ്പെട്ട, അഭയസ്ഥാനമായിരിക്കുന്ന ശ്രീ കൊടുങ്ങല്ലൂർ കാവിലെ ആരാധനയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നതിനായി നമ്മുടെ അതിഥിയായി വരുന്നത് മയ്യഴി മാഹി സ്വദേശിയായ ഒരു യുവ ആചാര്യനാണ്. അദ്ദേഹം കൊടുങ്ങല്ലൂർ കാവിലെ സമ്പ്രദായ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തുന്നത് നമ്മുടെയും ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഭാഗമായി ആ പറയുന്നത് തികച്ചും ശരിയായ ഒരു വീക്ഷണമാണെന്ന ബോധ്യത്തിൽ അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയുമ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും മറ്റ് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭക്ത സമൂഹത്തിന്റെ മുന്നിൽ കൂടി എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു അഭിമുഖം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ശ്രേഷ്ഠാചാര്യനെ ഈ ഒരു അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യാം. മാഹി സ്വദേശിയായിരിക്കുന്ന യുവ ആചാര്യന്റെ പേര് തന്ത്രി സംഗീത് മാഹി എന്നാണ്. അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആചാര്യൻ, അങ്ങേക്ക് നമസ്തേ. നമസ്കാരം. അങ്ങയോട് നമുക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ കാര്യം, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ കാവ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിട്ട് ഒരു ഹിന്ദു സമൂഹത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ദേവതാ സങ്കല്പം എന്തേ ചോദിച്ചാൽ സാമാന്യൻ എല്ലായിടത്തും കാണുന്നത് കാളി സങ്കല്പമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും അതിന്റെ ഒരു മൂലസ്ഥാനമായിട്ട് കൊടുങ്ങല്ലൂർ കാവിനെ കാണുമ്പോൾ കൊടുങ്ങല്ലൂർ കാവിന്റെ ഐതിഹ്യം അറിയാത്തവരും ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും അറിയുന്നവരോ അറിയാത്തവരാരും ആകട്ടെ, ഈ കൊടുങ്ങല്ലൂർ കാവ് നമ്മൾ ക്ഷേത്രം എന്ന് ബോധപൂർവം പറയാതിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ കാവിലെ ഐതിഹ്യം വളരെ ചുരുക്കി ഒന്ന് അങ്ങയിൽ നിന്ന് അറിയാൻ ഒരാഗ്രഹമുണ്ട്. അപ്പൊ അങ്ങ് അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കാലകാല പ്രിയങ്കരി ശ്രീ ഭദ്രകാളി നമസ്തുതേ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൊടുങ്ങല്ലൂർ അമ്മ ആരാന്ന് പറയാനുള്ള ഒരു അവസ്ഥയിൽ ഇന്നും ഞാനും ഇവിടുത്തെ മനുഷ്യഗണങ്ങൾ ആരും എത്തിയിട്ടില്ല. കാരണം തുറന്നു പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കൈലാസത്തുനിന്ന് പരമശിവൻ ആര് ഉപാസിക്കുന്നു, വൈകുണ്ഠത്തുനിന്ന് മഹാവിഷ്ണു ആര് ഉപാസിക്കുന്നു, സത്യലോകത്തുനിന്ന് ബ്രഹ്മാവ് ആര് ഉപാസിക്കുന്നു, അതേ ആൾക്കാരെയാണ് ഇവിടുത്തെ ശാക്തേയന്മാർ അഥവാ കൗളികന്മാര്, ദേവി ഉപാസകന്മാര് ഉപാസിക്കുന്നത് ഭൂലോകത്ത് നിന്ന്, അല്ലെ ഈ ഭൂമിയിൽ നിന്ന്. കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുന്നത് പരാശക്തിയാണ്, ആദികാളിയാണ്. ആദികാളി ഈ ഭൂലോകം ഉണ്ടാകുന്നതിന് മുന്നേയുള്ള ചൈതന്യമാണ് പരാശക്തി. എല്ലാവർക്കും അറിയാലോ. ആ പരാശക്തിന്റെ രൂപഭേദഭാവങ്ങളാണ് കൊടുങ്ങല്ലൂര് പ്രതിഷ്ഠിച്ചിട്ട് ഇരിക്കുന്നത്. അതിൽ തന്നെ പ്രകടം, രഹസ്യം, പരാപരം എന്ന് പറഞ്ഞ 3 ഭാവത്തിലാണ്. ഈ ഭദ്രകാളി അവതാരം തന്നെ ഭൂലോകം മുച്ചൂടും മുടിപ്പിച്ച ദാരികനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചതാണ് സാക്ഷാൽ ഭദ്രകാളി. എല്ലാവർക്കും അറിയാം എന്താണ് ദാരികൻ സപ്തമാതൃക്കളായ ദേവതമാരൊക്കെ ഹനിച്ച്, ദേവതമാരിക്കൊക്കെ മുറിവേൽപ്പിച്ച് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി കൃത്യമായിട്ടുള്ള വിചിത്രമായ മായാവതി, താമസി എന്ന് പറഞ്ഞ 2 മന്ത്രങ്ങൾ കൈക്കലാക്കുകയും അതിനുശേഷം എല്ലാ ഭൂലോകവും ഭൂവർലോകവും സ്വർലോകവും ഒക്കെ അടക്കി വാന്ന് പാരും പർവ്വതവും ഇടക്കി മറിച്ച് ആ ദാരികാസുരൻ വാഴുന്ന കാലത്ത് ദേവന്മാരിലും ദേവനായ മഹാദേവന്റെ അടുത്ത് ബ്രഹ്മാവും വിഷ്ണു ഒക്കെ സാക്ഷാൽ ത്രിമൂർത്തികളായ 2 ഈശ്വരന്മാര് ഈ പരമേശ്വരന്റെ അടുത്ത്, മഹാദേവന്റെ അടുത്ത്, ദേവന്മാരിലും ദേവനായ മഹാദേവന്റെ അടുത്ത് എന്ത് സങ്കടം അരുളി ചെയ്ത പ്രകാരത്തില് മഹാദേവൻ എന്ത് ചെയ്തു, ദാരികനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്തമാതൃക്കളെ ദാരികന്റെ അടുത്ത് പറഞ്ഞയച്ചതാണ്. ഈ സപ്തമാതൃക്കളെ പോയി ദാരികന്റെ അനിയൻ ദാനവനെ വധിച്ചെങ്കിലും ദാരികനെ വധിക്കാൻ
കഴിഞ്ഞില്ല. കാരണം ദാരികൻ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി വിചിത്രമായ മായാവതി താമസി എന്ന് പറഞ്ഞ 2 മന്ത്രങ്ങൾ കൈക്കലാക്കുകയും പിന്നെ ഇത് കൂടാണ്ട് ബ്രഹ്മദണ്ഡ് കൈക്കലാക്കുകയും ചെയ്തു. ഈ ഘോരാട്ടഹാസം വഹിക്കുന്ന ബ്രഹ്മദണ്ഡിന്റെ ശക്തി കൊണ്ട് ദാരികന്റെ അടുത്ത് ആയിരിക്കും പ്രവേശിക്കാൻ പറ്റിയില്ല എന്നാണ് സത്യം. ഈ സപ്തമാതൃക്കൾ എന്ത് ചെയ്തു, അഷ്ടമാതൃക്കൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിക നിഗ്രഹം കഴിഞ്ഞ് അല്ലെ ദാരികനെ നിഗ്രഹിക്കാൻ പുറപ്പെട്ട് നല്ലച്ഛൻ അനുഗ്രഹം വാങ്ങിയിട്ട് ദാരികന്റെ കോട്ടയിലെത്തിയ പ്രകാരത്തിൽ ദാരികന്റെ അടുത്ത് അടുക്കാൻ കൂടിയും പറ്റാണ്ട് ദാരികന്റെ അന്യൻ ദാനവനെ വധിച്ച് തിരിച്ച് കൈലാസത്തിലേക്ക് പുറപ്പെട്ടതാണ്. അപ്പൊ രക്തത്തിൽ കുളിച്ചെത്തിയ ആ സപ്തമാതൃക്കളെ കണ്ട് തന്റെ മക്കളെ കണ്ട രുദ്രന്റെ 3-ാം തൃക്കണ്ണെന്ന ഘോരസ്വരൂപിണിയായി ശ്രീ ഭദ്രകാളി അവതരിച്ചത പറയുന്നത്. ഈ ഭദ്രകാളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ രുദ്രന്റെ 3-ാം തൃക്കണ്ണൻ. ഇതിന്റെ അപ്പുറം ഒരു അഭയം ഈ ഭൂലോകത്തില്ല. ആ അഭയസ്ഥാനാണ് ആ രുദ്രന്റെ കോപാക്രാന്തനായ രുദ്രന്റെ 3-ാം തൃക്കണ്ണെന്ന ഘോരസ്വരൂപിണിയായ ശ്രീ ഭദ്രകാളി അവതരിച്ചു. അഴിച്ചിട്ടിരിക്കുന്ന കാർകൂന്തൽ ജാലം നീണ്ട ബലിഷ്ടമായ ബാഹുക്കൾ, ചുവന്ന പട്ടൊടയാട കലപില കലമ്പുന്ന അരമണികളും കാൽച്ചിലക്കകളും ഏകകർശനത്ത വില്ലും അട്ടഹാസം പുറത്തേക്ക് ചാടിച്ച് ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നീണ്ടു തൊടുത്ത വിസ്തൃതമായ നാവ് കൊണ്ട് ശ്രീ ഭദ്രകാളി അവതരിച്ച ശേഷം പരമശിവനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന്. പരമശിവൻ പറഞ്ഞു, നീ പോയി ദാരികന്റെ ശിരസർത്ത് അതുമായി നീ തിരിച്ച് ഇവിടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ സന്ധ്യാസമയത്ത് ഭദ്രകാളി ദാരികന്റെ കോട്ടയിലെത്തി. 1000 ആനകളുടെ ബലമുള്ള ദാരികനെ 7 പിടിയാലൊതുക്കി ഇടം കയ്യാലെ മുടിപിടിച്ച് വലം കയ്യാലെ ശിരസർത്ത ശക്തിസ്വരൂപിണിയാണ് ശ്രീ ഭദ്രകാളി. ശേഷം കൈലാസത്തിലെത്തിയ കാളിയെ കണ്ട് ശ്രീ പാർവതീദേവി പോലും ഭയന്നുപോയി. രക്തത്തിൽ കുളിച്ചെത്തിയ കാളിയെ കണ്ട് പരമശിവൻ ചോദിച്ചു, അമ്മേ ദേവി എന്ന് പരമശിവൻ പറഞ്ഞു. കോപാക്രാന്തനായ കാളിയെ കണ്ട് ദേവീ ദേവന്മാരൊക്കെ ഓടി ഒളിച്ചു. ശേഷം പരമശിവൻ തന്റെ നല്ലച്ഛൻ കൽപ്പന കൊടുത്തു, ഈ ദാരികന്റെ തല നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന്. ഈ ഭൂലോകത്ത് പോയി അവിടെ നടമാടുന്ന ദുഷ്ടശക്തികളെയും മാറാവ്യാധികളെയും നശിപ്പിച്ച് കോടാനുകോടി ഭക്തരാൽ പരിപാലിക്കപ്പെട്ട അവിടെ ക്ഷേമ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും സമ്പത്തും സമാധാനവും ലോകമുക്തിയും പ്രദാനം ചെയ്തു കൊടുക്കുന്ന പറഞ്ഞിട്ട് ഈ ഭഗവതിനെ ഭൂലോകത്തേക്കാണ് അയച്ചത്. ഈ ഭഗവതിയാണെങ്കിൽ നേരിട്ടെത്തുന്നത് കൊടുങ്ങല്ലൂരാണ്. ഇതിന് ചരിത്രപരമായുള്ള തെളിവുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഈ തമ്പുരാട്ടിയെയാണ് കൊടുങ്ങല്ലൂർ പൂജിക്കുന്നത്. മറിച്ച് നമ്മൾ കേരളത്തിന് പുറത്ത് നോർത്തിൽ ആരാധിക്കുന്ന ദക്ഷിണകാളീനാണ്. ഇവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സമുദായത്തിലും നായാടി മുതൽ നമ്പൂതിരി വരെ എല്ലാ സമുദായത്തിലും ആരാധിക്കുന്നത് സാക്ഷാൽ ഭദ്രകാളിയെ തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും വീടിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കാളി ക്ഷേത്രം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ടാവും. അത് സാക്ഷാൽ ഭദ്രകാളിയാണ്. ഈ ഭഗവതിന്റെ ഒരുപാട് സ്വഭാവവും കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ. അതിലേക്ക് നമുക്ക് കടന്നില്ല. എന്നാൽ ഇതിന്റെ മൂലസ്ഥാനമായിട്ട് ദേവി കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. അപ്പൊ കൊടുങ്ങല്ലൂർ വിധാനത്തില് കൊടുങ്ങല്ലൂര് രഹസ്യ അറയില് ആദികാളിയായിട്ടും പരസ്യമായിട്ട് നമ്മൾ പോയി കാണുന്നത് പ്രകടഭാവത്തിലുള്ള ശ്രീ ഭദ്രകാളിനെയാണ്. ഇന്നിപ്പോ നിലവില് കൊടുങ്ങല്ലൂർ രഹസ്യാലയത്തെക്കാരും പറയാൻ നമ്മൾ ആരും എന്നാലും എത്രയോ വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരറയാണത്. അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനില്ല. വരാശക്തിന്റെ അഭയകേന്ദ്രമാണ്. ഭഗവതി ദാരികനെ നിഗ്രഹിച്ച പള്ളിവാള്, നാന്തകം പള്ളിവാള് പോലും അതിലേക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഭദ്രകാളിക്കാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ചെന്നും പറയുന്നുണ്ട്. ശങ്കരാചാര്യർ ഇതിന്റെ നിത്യനിദാനം മാറ്റി നിശ്ചയിച്ചെന്നൊക്കെ കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും എന്റെ അഭിപ്രായ പ്രകാരം ഇതിനൊക്കെ മുന്നേ ഉള്ള ആളാണ് അമ്മ വരാശക്തിയാണ്. ഈ ആചാര്യൻ, നമ്മൾ ഇനി ഇപ്പൊ ഓൾറെഡി ആചാര്യൻ എന്തായാലും ഇതിന്റെ ഐതിഹ്യം ചെറിയ രീതിയിൽ തന്നെ പറഞ്ഞു. വളരെ ഗംഭീരമായി കേൾക്കുമ്പോ തന്നെ ആർക്കും ഈ കോൺമയിൽ കുരും. എന്താ വെച്ചാൽ അത്ര കണ്ട് ആവേശകരമാണ് ആ ഒരു വർണ്ണനം. ആ ദേവിയെ നേരിട്ട് കണ്ട ഫീലിംഗ് ആണ് നമുക്കും അത് കേൾക്കുന്ന നേരത്ത്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും ഭക്തർക്ക് ഓരോരുത്തർക്കും അത് കേൾക്കുമ്പോൾ. അപ്പൊ ഇതിൽ നമുക്ക് ഇനി അടുത്തതായിട്ട് അങ്ങോട്ട് ചോദിക്കാനുള്ള, അപ്പൊ അങ്ങ് ശങ്കരാചാര്യരുടെ കാര്യമൊക്കെ പറഞ്ഞു വന്നു, പക്ഷെ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും ഇനി അടുത്തതുള്ളതെന്ന് വെച്ചാൽ ഇപ്പോ കേരളത്തിലൊരു തനത് തന്ത്രപാരമ്പര്യം ഉണ്ട് എന്നും ആ തന്ത്രപാരമ്പര്യം പലപ്പോഴും എന്താണ് എന്നുള്ളൊരു സംശയം പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. എന്നിരുന്നാൽ പോലും ദശമഹാവിദ്യയിൽ ആദ്യത്തെ വിദ്യയിൽ നമ്മൾ പറഞ്ഞു വരുന്നത് പല രീതിക്കും പല മാറ്റമുണ്ട്. കുലങ്ങൾക്കും താരാകുലം ശ്രീകുലം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അഭിപ്രായ വ്യത്യാസം ആരംഭത്തിൽ ഉണ്ടെങ്കിൽ പോലും കാളി താര ചിഹ്നമസ്ത എന്ന് പറയുമ്പോൾ കാളിയാണ് പ്രധാനമായിട്ട് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ തന്ത്രപാരമ്പര്യം എന്ന് പറയുമ്പോൾ അത് ശ്രീവിദ്യയാണോ അല്ലെങ്കിൽ കാളിയാണോ അല്ല ശ്രീവിദ്യയാണ് എന്ന് ഇവിടെ ഉണ്ടായിരുന്ന പാരമ്പര്യം എന്ന് പറയുന്നവരെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് അവർ ആ രീതിയിൽ ചിന്തിക്കാനുള്ള കാരണം? അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതിന് ശരിയായ കാര്യമാണോ? ശ്രീവിദ്യാ പാരമ്പര്യം ഇവിടെ
ആദ്യകാലം തൊട്ടിട്ടേ ഉണ്ടോ, അതോ ഇപ്പൊ അടുത്ത് കയറി വന്നതാണോ, ഈ അതിപ്രസരണത്തിന്റെ കാര്യം എന്താണ് എന്നൊക്കെ അങ്ങയുടേതായ ഒരു കാഴ്ചപ്പാടിൽ അങ്ങ് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ അത് നന്നായിരിക്കും. ഈ ശ്രീവിദ്യോപാസകന്മാര് പറയുന്ന ഒരു പ്രമാണം, ചരമേ ജന്മനി യഥാ ശ്രീവിദ്യോപാസകോ ഭവേത്. ഒരാളുടെ അവസാന ജന്മത്തിൽ അയാൾ ശ്രീവിദ്യോപാസകനായിട്ട് ഭവിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഭഗവത്ഗീത തിരിച്ചെഴുതണം. ശ്രീകൃഷ്ണൻ പറഞ്ഞത് തെറ്റാന്ന് ഞാൻ പറയും, പറയണ്ടേ? സ്വധർമ്മേ നിധനം ശ്രേയം പരധർമ്മ ഭയാവ എന്ന് കൃഷ്ണൻ പറയുമ്പോൾ ഇവിടുത്തെ ശ്രീവിദ്യോപാസന്മാര് എന്താണ് ചരമേ ജന്മനി യഥാ ശ്രീവിദ്യോപാസകോ ഭവെന്ന് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? സ്വന്തം കുലാചാരം പ്രവർത്തിക്കുന്നതാണോ ഇവിടുത്തെ മോക്ഷത്തിലേക്കുള്ള പാദം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രീവിദ്യോപാസകന്മാരുടെ പാദമാണോ ചെയ്യേണ്ടത്? അവനവന്റെ തറവാട്ട് പ്രകാരത്തിൽ നമ്മൾ ഇന്ന കുലത്തിൽ, ഇന്ന സമുദായത്തിൽ, ഇന്ന ദേശത്ത്, ഇന്ന പാരമ്പര്യ പ്രകാരം ജനിക്കുമ്പോൾ നമുക്ക് മാതാവായിട്ടിരിക്കുന്നതായ ആ ചൈതന്യത്തിനെ ആദരിക്കാണ്ടും ബഹുമാനിക്കാണ്ടും ഇവിടെ ഒരു മനുഷ്യനും നിലനിൽപ്പില്ല. കേരളത്തില് കാളിയുടെ എനർജിയാണ് മുഴുവനുള്ളത്. കാളി എന്ന് പറഞ്ഞാൽ ഇന്നും ആരും പഠിച്ചിട്ട്, ഇന്ന് ശാസ്ത്രജ്ഞന്മാര് പഠിച്ചിട്ട് പറഞ്ഞിട്ടും അറിയാത്തൊരു കാര്യമാണ്. കാരണം എന്ന് പറയുന്ന കാളീന്റെ കാക്കന്റെ ആയുസ് അളക്കാൻ ഇന്നും ശാസ്ത്ര ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ കാളീനെ കുറിച്ച് പറയേണ്ടതല്ലേ, നമുക്ക് കോരിയെടുക്കാം, കടലോളന്റെ കോരിയെടുക്കാം, ഒരു കൈകൊമ്പിളി. ഈ ശ്രീവിദ്യോപാസകരിലെ ശ്രീവിദ്യ പറഞ്ഞതാണോ സമ്പ്രദായം എന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ ശ്രീവിദ്യ എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പൊ രാമേശ്വരം പാരമ്പര്യം അല്ലെ, വേറൊരു പാരമ്പര്യം, വേറൊരു സമ്പ്രദായത്തിന്റെ പേര് പറയുന്നത്. കേരളത്തിന്റെ ഒരു പാരമ്പര്യം എനിക്ക് പറയാനില്ല. ഇവിടുത്തെ ശ്രീവിദ്യോപാസകന്മാരൊക്കെ ഇതിൽ കേൾക്കണ്ടില്ല. കേരളം ഇന്ന പാരമ്പര്യം, ഇന്ന സമ്പ്രദായം പ്രകാരം ഇന്ന ആള് കേരളത്തിലുള്ള ആള് ഈശ്വരൻ എന്നാണ് ഇവർക്കൊരു 3 തലമുറ മുന്നേ പറയാനുണ്ടോ? ഇല്ല. ഇത് പുറത്തുനിന്ന് വന്ന വിദ്യ എന്ന് ആ കാര്യത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ രണ്ടാമത് ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമൊന്നും ഒരാൾക്കും ബോധമില്ല. അപ്പൊ ശ്രീവിദ്യ ഉപാസനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ദുരിതം മാത്രമേ എന്നുള്ളൂ. ഇന്ന് ശ്രീവിദ്യ ജപിക്കുന്ന കേരളത്തിൽ അതാത് പാരമ്പര്യം ഇല്ലാത്ത ആൾക്കാരെ എടുക്കാം, ഒക്കെ ദുരിതം തന്നെയാ. ഇവിടെ പ്രകടഭാവത്തിലുള്ള സാക്ഷാൽ ഭദ്രകാളിന്റെ ആരാധന, ദേവതക്കും അനുഗ്രഹം ചൊരിയാൻ കഴിയില്ല. എല്ലാ പ്രമാണം കൃത്യമായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മളതൊക്കെ പൂർവികന്മാരും സംസ്കൃതമല്ല, ഒരിക്കലല്ല. ആ ഒരു സംസ്കൃതം കാര്യങ്ങളൊന്നും അറിയില്ല. ആ സമയത്ത് അവരെങ്ങനെ ഈ ദേവതനെ കൊണ്ടുവരണം? പണ്ട് കാലത്ത് നമ്മൾ എടുക്കുന്ന പോലെ വസ്ത്രവും ഇങ്ങനത്തെ വീടും കാര്യങ്ങളെല്ലാം കഴിക്കാനുള്ള ഭക്ഷണം, ഈ വെളിച്ചവും കാര്യങ്ങളും ഇല്ലാത്തൊരു കാലത്ത് ഈ ദേവതനെ ഇവർ കുടിവെച്ച് ആരാധിച്ചിരുന്നു. അത് ഏത് പ്രകാരത്തിലാണ്? അവരെന്താണോ കഴിക്കുന്നത് അത് കൊടുത്തു പോന്നിരുന്നു. ആ സമയത്ത് എന്റെ അമ്പ്രാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവതി എന്ത് ചെയ്യും? അകത്തുള്ള തിരുവായുധോ എന്താണ് ആ ഒരു വൈബ്രേഷൻ ഒന്നില്ല, ഒരു നായിലെങ്കിലും കാണിക്കും. ഇതാണ് ഭഗവതി. ഈ കാലത്ത് ഈ ഇങ്ങനെ രീതിയിൽ നമ്മൾ ആരാധിച്ചു വന്ന് അവർക്ക് ആദ്യം നിവേദ്യം കൊടുത്ത് കഴിച്ചു വന്ന പാരമ്പര്യ പ്രകാരം നമ്മൾ ആരാധിച്ചു വന്നതിന് ശേഷം അഭിവൃദ്ധി വന്നപ്പോൾ എന്തായി? നമുക്കിതൊക്കെ അശ്രേഷ്ഠമായി, ഇതൊന്നും പാടില്ലാത്തതായി, അതൊക്കെ നമ്മൾ തെറ്റാ. ഞാൻ മുന്നേയുള്ള ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നത്, നമ്മളെ ശരീരത്തിൽ തന്നെ ഈ സപ്തധാതുക്കളുണ്ട്. അപ്പൊ കാളി എന്ന് പറഞ്ഞാൽ നമ്മളെ കുണ്ടലിനി ശക്തിയാണ്. 51 അക്ഷരാണ്, കാ മുതലുള്ള ആ വരെ. ഈ 51 തലയോട്ടി മാലകളെ ഐതിഹ്യം തന്നെ അതാണ്. അപ്പൊ ഈ ശ്രീവിദ്യയും കാളി എന്ന് പറഞ്ഞ വിഷയത്തിൽ കാളിനെ വൈദികവൽക്കരിച്ചത് മാത്രമാണ് ശ്രീവിദ്യ. കാളിക്ക് വെള്ളപ്പട്ട് സാരി കൊടുത്തത് മാത്രമാണ് കേരളത്തിൽ ശ്രീവിദ്യ. കാരണം ഇതിന്റെ ഒരു ക്ഷേത്രവും ഇതിന്റെ ഒരു ഉപാസനാ പദ്ധതിയും കേരളത്തിലില്ല. രണ്ടാമതൊരു കാര്യം പറയാം, ഇതിനെ ശ്രീചക്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഉപമിക്കാറ്. ഈ ശ്രീചക്രത്തിൽ ശ്രീകുറുമ്പ ഭഗവതിനെ സേവിക്കാനുള്ള പ്രമാണം എന്റെ ഇല്ലത്തില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ തറവാട്ടിലില്ല. ശ്രീകുറുമ്പ ഭഗവതിന്റെ പാരമ്പര്യമാണ് നമുക്ക്. ശ്രീകുറുമ്പ ഭഗവതി കൊടുങ്ങല്ലൂർ അമ്മയാണ്, മൂലസ്ഥാനാണ്, കേരളത്തിന്റെ ആദ്യ പരാശക്തിയാണ്. അപ്പൊ ഈ ഭഗവതിനെ പോർക്കാളിയായിട്ട് സേവിച്ച ആളാണ് ആര്? പഴശ്ശിരാജ. ഈ ഭഗവതിനെ ലോകനാർക്കാവലമ്മയായിട്ട് എത്ര ബലി കൊടുത്ത് സേവിച്ച ആളാണ് തച്ചോളി ഉദയനെ. ഇങ്ങനെ പോരാട്ട വീര്യമുള്ള ശാസ്ത്രവീര്യമുള്ള ആൾക്കാര്, ഛത്രപതി ശിവജി പോലും പിന്നെ ഗുരുജി പോലും സംഘത്തിന്റെ എല്ലാവരും എന്താ പറയാ വീരാരാധന ചെയ്ത ആൾക്കാരായിരുന്നു. ഇപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നിപ്പോ നമ്മൾ എത്രയോ അടിച്ചമർത്തപ്പെട്ട കാലഹരണപ്പെട്ട ഒരു സമയത്താണുള്ളത്. ഇവിടെ ഇപ്പൊ ഇനി നമുക്ക് ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരും. നമുക്കും നമ്മളെ മക്കൾക്ക് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ശ്രീവിദ്യയാണോ കാളിയാണോ? ജനിച്ചപ്പോ മുതൽ കാളി, ഗുളികൻ, ചാത്തൻ, കരുതിയില്ലെന്നല്ലാണ്ട് വേറെ ആരാ നമ്മൾ കേട്ടിട്ടുണ്ട്? കണ്ടവന്റെ അടുത്ത് പോയിട്ട് പഠിച്ചതിന് ശേഷം ഇവിടെ ശ്രീവിദ്യ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്, ബാലാപരമേശ്വരി എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ ഈ അടുത്തുണ്ടായതല്ലാണ്ട് ഇതിനു മുമ്പേ ഉള്ള ഒരു ബാലാപരമേശ്വരി ക്ഷേത്രം അല്ലെ ഈ പറയും ലളിതാ ത്രിപുരസുന്ദരി ക്ഷേത്രം ഒന്ന് കാണിച്ച് ഇതൊരാൾക്കും കാണിക്കാൻ പറ്റില്ല. അവന്റെ സത്വത്തെ മറന്നിട്ട് മറ്റതിനെ ആരാധിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ദുരിതം ഉണ്ടാവും, അല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല. അപ്പം കാളിയോ ശ്രേഷ്ഠം, ശ്രീവിദ്യ ശ്രേഷ്ഠം. സ്വന്തം കുണ്ടലിനെയാണ് കാളി, സ്വന്തം ആത്മാവ്, സ്വന്തം പരാശക്തി. ഇനി ആരെ വിളിക്കുന്നു? വിളിച്ചാ വിളിപ്പുറത്തെത്തുന്ന മാതൃവാത്സല്യത്തിന്റെ പ്രതീകമാണ് ശ്രീഭദ്രകാളി. അമ്മയാണ് സർവ്വതും.
ഈ അമ്മനെ അറിഞ്ഞിട്ടില്ല, വേറെ ആരും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ലോകത്തെ എവിടെ പോയിട്ടും വേറെ ഏത് ഉപാസന ചെയ്തിട്ടും എന്ത് മന്ത്രം ജപിച്ചിട്ടും കാര്യമില്ല. തമ്പുരാട്ടിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാം പോയി. മറിച്ച് ഒന്നും അറിയാത്തവൻ പോലും ഭക്തി, ആ ഒരു ഭക്തി എന്നെ തമ്പുരാട്ടി എന്റെ ഭാരം വൈദ്യെന്നുള്ള ആ ഒരു ഭക്തി, എന്റെ അപ്പൻ അപ്പൂപ്പന്മാരെ അവർ ജീവിച്ച മൂർത്തികളെ പടിമാന മക്കളെ, ആ പ്രാർത്ഥന മാത്രം മതി. ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ആചാര്യന്മാർ, ഈ കുലാചാരം കാണിച്ച് ഒരുപാട് സ്ഥലത്തുള്ള ആചാര്യന്മാര് ഈ സാധകന്മാരായ അല്ലെങ്കിൽ ഉപാസകന്മാരായ ജ്ഞാനം നേടുന്ന ആൾക്കാർ ഇന്ന് വൈദികവൽക്കരിക്കുക അല്ലെ ശ്രീവിദ്യവൽക്കരിക്കുകയാണ്. ഇതല്ല ചെയ്യേണ്ടത്. അവരാദ്യം തന്നെ അപ്പൊ അവര് പറയുന്ന ബാലയടി സിദ്ധർക്ക് ദൈവം എന്ന് തമിഴ്നാട്ടിൽ പ്രമാണം ഉണ്ട്. ഇവിടെ ബാലയല്ല അറിയാത്ത ബാല കവിത്വം ഉണ്ടാക്കുക ശരി തന്നെ, നിങ്ങളത് കൊടുത്തോളൂ. പക്ഷെ അതല്ല ഇവിടെ സമ്പ്രദായം കാളിയാണ്. കാളിയിലും ബാലഭദ്ര എന്നുള്ള ഭാവമുണ്ട്. സ്വന്തം തറവാട്ടിൽ എന്താണുള്ളത് അതിനനുസരിച്ചിട്ട് ആരാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ദോഷം തന്നെയാണ്. അതേ പറയാനുള്ളൂ. ഈ ശ്രീവിദ്യ, എനിക്ക് കാളി എവിടെ കിടക്കുന്നത് ശ്രീവിദ്യ എവിടെ കിടക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. ശ്രീവിദ്യന് കാളിയെ ബന്ധിപ്പിക്കാൻ പോലും പറ്റൂലേ? ശരി ആചാര്യൻ, അടുത്തൊരു കാര്യം, ഇപ്പൊ കൊടുങ്ങല്ലൂരിൽ ഇപ്പൊ ശ്രീവിദ്യയാണോ കാളിയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറയേണ്ടായി. പക്ഷെ ഇപ്പോൾ അങ്ങനെ പറയുമ്പോഴും അങ്ങ് ഈ ദാരികവധം കഴിഞ്ഞ കാളീനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ സാധാരണഗതിയിൽ രുരുജിത്ത് വിധാനത്തിലാണ് ഇവിടുത്തെ ഇപ്പോഴുള്ള ആരാധന എന്നും, അതുകൊണ്ട് ആ സമ്പ്രദായത്തിലാണ് അത് നവാക്ഷരി മന്ത്രമൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ള പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അങ്ങേക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? അഭിപ്രായമുണ്ട്. രുരുജിത്ത് എന്ന് പറഞ്ഞാൽ, രുരു എന്ന് പറഞ്ഞ അസുരനെ നിഗ്രഹിച്ച വിധാനമാണ്. രുരു എന്ന് പറഞ്ഞ അസുരനെ നിഗ്രഹിച്ച സമ്പ്രദായം അല്ല കൊടുങ്ങല്ലൂരുള്ളത്. ദാരികനെ നിഗ്രഹിച്ച, അപ്പൊ ദാരിക ചിത്തല്ല അവിടെ. ഇവര് രുരുജിത്ത് എന്ന് പറഞ്ഞ പ്രചരിപ്പിക്കാണ്ട് കുറെ ആചാര്യന്മാര് കൊടുങ്ങല്ലൂര് രുരുജിത്താണ്. എന്താണ് ഇവരെ അഭിപ്രായത്തിൽ ഈ രുരുജിത്ത്? ഇവരെ അഭിപ്രായത്തിൽ സപ്തമാതൃക്കളോടുകൂടി അതിന്റെ ശ്രീകോവിലിന്റെ നേരെ മുമ്പിൽ കിഴക്കോട്ടേക്ക് പരമശിവന് ഇതൊന്നായിട്ട് ഇതിനൊരു ബന്ധമില്ല. ഉണ്ടോ? ഇവര് ദാരികജിത്ത് രുരുജിത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഏറ്റവും വലിയ സ്ഥാനമാണ് കൊടുങ്ങല്ലൂര്. അവിടെ കൊടിമരില്ല, അത് കാവാണ്, പള്ളിയറയാണ്. അവനവന്റെ ആരാധന മൂർത്തി ഏതാണോ അവനവന്റെ സ്വഭാവ പ്രകാരം ആചരിക്കേണ്ട രീതിയാണ് അതാ. നമുക്ക് ഇന്ന സമ്പ്രദായമാണ്, ഇന്ന് വിധാനം എന്ന് പറഞ്ഞുകൂടാ. അവനവന്റെ കുലദേവത അവര് പാരമ്പര്യത്തിൽ ആരാധിച്ചത് കാളിയെയാണ്. ഈ രുരുജിത്ത് വിധാനാണെന്ന് പറഞ്ഞാൽ, ഈ രുരുജിത്ത് എന്താണ്? ഈ രുരുജിത്ത് വിധാനം എന്ന് പറയുന്ന ആൾക്കാർ പറയട്ടെ, ഇവർക്ക് സത്യം പറഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടൊക്കെ അറിയിക്കുക. ഈ രുരുജിത്ത് വിധാനം എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിച്ചു. എന്താ രുരുജിത്ത്? അത് രുരു എന്ന് പറഞ്ഞ അസുരനെ ഉണ്ടാക്കാണ്. ഇതൊന്നുമില്ല. കൊടുങ്ങല്ലൂർ അമ്മ ദാരികനെ നിഗ്രഹിച്ചതാണ്. ഇതിന്റെ രഹസ്യം അറിയിലിരിക്കുന്നത് ആദി പരാശക്തിയാണ്. ആ പരാശക്തി എന്ന് പറഞ്ഞാൽ ഒരാളെ നിഗ്രഹിക്കാത്ത സർവ്വ അസുരന്മാരിക്കും ദേവന്മാരിക്കും യക്ഷികിന്നര ഗന്ധർവന്മാരിക്കും ഭൂതപ്രേത വിശാലക്കും ഈ ഏറ്റവും താഴറ്റത്തുള്ള മനുഷ്യന്മാർക്ക് ജന്മം കൊടുത്ത ആളാണ് ആ പരാശക്തി. ആ പരാശക്തിന്റെ ഊർജമാണ് ബാക്കിയുള്ള ഇവിടെയുള്ള ദേവി ദേവന്മാരൊക്കെ. ഇപ്പൊ കൃഷ്ണസ്തു കാളി സാക്ഷാണ്. ശ്രീകൃഷ്ണ ഉപാസിച്ചത് കാളിനെയാണ്. ശ്രീരാം ഏത് താര, ശ്രീരാം ഉപാസിച്ചത് താരാദേവി. ശ്രീരാമൻ കാട്ടിലായിരുന്നു, എല്ലാവർക്കും അറിയാം. രാമായണം വായിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. കാട്ടിൽ ആരെ ഉപാസിച്ചത്? താരാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കരുതീലിയാണ്. ശ്രീകൃഷ്ണൻ കാളി എന്ന് പറഞ്ഞാൽ ആദി കാളീനല്ലേ, ഇവിടുത്തെ ഭദ്രകാളിനെ ഉപാസിച്ചത്. ഇത് തുറന്നു പറയാൻ ഇവിടുത്തെ ആചാര്യന്മാർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മളൊക്കെ ഇരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ പദവി തന്നെയാണ്. കുലാചാരം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. കുലധർമ്മം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. കാളിയിൽ അപ്പനപ്പൂപ്പന്മാരും മുത്തപ്പനും ഗുരുകാരണവന്മാരും തന്നെ ശ്രേഷ്ഠം. ഇതല്ലാണ്ട് വേറൊന്നുമല്ല. ഈ രുരുജിത്ത് ഇപ്പം കഴിഞ്ഞില്ലേ? രുരുജിത്ത് ആചാര്യൻ, ഇവിടെ നമ്മളിപ്പോ കൊടുങ്ങല്ലൂര് പോവുകയാണെങ്കിൽ പുറത്ത് ഈ ക്ഷേത്രപാലൻ എന്ന് പറഞ്ഞൊരു വലിയ ഒരു വിഗ്രഹം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് ഭൈരവനാണെന്നും അത് ക്ഷേത്രപാലനാണെന്നും ഒക്കെ പല അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഇപ്പോൾ ശ്രീവിദ്യക്കാരാണെങ്കിലും അവർക്ക് പറയാനും അത് വടുകനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ അവർ പറയും. അപ്പൊ സത്യത്തിൽ ആ ഒരു ഇതിനെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? ക്ഷേത്രപാലകൻ ഈശ്വരൻ. ഈ ക്ഷേത്രപാലകൻ നമ്മളെ ഭദ്രകാളി ഗുരുതിക്ക് 64 കണ്ട ഗുരുതി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അവസാനം ആരാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അവസാനം അതിന്റെ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മൂർത്തിയാണ് ക്ഷേത്രപാലകൻ. ദേവതന്റെ ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദർശനം പൂർണ്ണമാണ്. ആ ക്ഷേത്രപാലകൻ അനുഗ്രഹം കൊണ്ട്, ക്ഷേത്രപാലകൻ എന്ന് പറഞ്ഞ നാമത്തിൽ തന്നെ ക്ഷേത്രം പാലിക്കുന്ന ആൾ മാത്രമാണ്. അത് ശൈവഗണമാണ് സത്യം തന്നെ. ഈ കൊടുങ്ങല്ലൂര് ഇരിക്കുന്നത് ക്ഷേത്രപാലകൻ കൃത്യമായിട്ട് കൊടുങ്ങല്ലൂർ കാളിയാണെന്ന് അറിയിക്കുന്ന ഒരാളാണ്. കേരളത്തിന്റെ 13 ശാക്തേക്കാവുകളായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്റെ വീടിന്റെ അടുത്താണ് ഈ കളിയാമ്പള്ളിക്കാവ്. അവിടെയുണ്ട് ക്ഷേത്രപാലകൻ. അവിടെയൊക്കെ കൃത്യമായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സമ്പ്രദായ പ്രകാരമുള്ള ആരാധനാ രീതികളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ മൂലസ്ഥാനത്ത് മാത്രമാണ് ഇതൊക്കെ മുടങ്ങിക്കിടക്കുന്നത്. അതാണ്
നമ്മൾ ഏറ്റവും വലിയ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ ക്ഷേത്രപാലകനെ സംബന്ധിച്ചിടത്തോളം ഇത് ശൈവാംശമാണെങ്കിലും ഇത് ഭഗവതിന്റെ ദാസൻ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന, ഭഗവതിക്ക് മേലെയല്ല, ഭഗവതിന്റെ ദാസനാണ്. അപ്പൊ ആ ക്ഷേത്രപാലകന്റെ കാര്യങ്ങളും കൂടി എല്ലാ ഒരു പ്രദക്ഷിണവും കാര്യങ്ങളും കൂടി ചെയ്താലാണ് അത് ഏറ്റവും അവസാനം ചെയ്യേണ്ടതാണ്. സമ്പ്രദായ പ്രകാരം ഏറ്റവും ശാക്തേയ പൂജാ പ്രകാരം, ശാക്തേയ കർമ്മപ്രകാരം, ഗുരുതി പ്രകാരം ഏറ്റവും അവസാനം ഉപചരിക്കേണ്ട ഒരു മൂർത്തി മാത്രമാണ് ക്ഷേത്രപാലകൻ. ദേവിക്ക് തന്നെയാണ് പ്രാധാന്യം. ആചാര്യൻ, അടുത്തത് നമ്മളിപ്പോ ഈ ശ്രീവിദ്യയാണെന്ന് അടുത്ത് കുറച്ച് സമയമായിട്ടാണ് ഏറ്റവും കൂടുതൽ ശ്രീവിദ്യ എന്നുള്ളൊരു, അവിടെ ശ്രീവിദ്യയാണ്, ശ്രീവിദ്യ പാരമ്പര്യം, അതിന്റെ സപര്യയാണ് അവിടെ നടക്കുന്ന. അകത്ത് ഈ പറയുന്ന ശ്രീചക്രമുണ്ട്, അത് ശങ്കരാചാര്യ പ്രതിഷ്ഠിച്ചാണ്, അതിനാണ് പ്രാധാന്യം. ഇനിയിപ്പോ പരശുരാമനാണെങ്കിലും പരശുരാമ കൽപ്പസൂത്രം ചെയ്തിട്ടുള്ള പരശുരാമനാണ്, അതുകൊണ്ട് തന്നെ അത് ശ്രീവിദ്യയാണ്. എങ്ങനെ എല്ലാം അതുമ കൊണ്ടുപോയി വെക്കുമ്പോ ഇത്തരം ആളുകൾ അവിടെ മുന്നിൽ തന്നെയുള്ള കോഴിക്കല്ല്, ഇത്തരം കാര്യങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഈ പറയുന്ന ആളുകൾ തന്നെ, ഇത്തരം പ്രചരിപ്പിക്കുന്ന ആളുകൾ തന്നെ പറയുന്നത് എന്താ വെച്ചാല് അവിടെ മദ്യമത്സ്യ മാംസാദികൾ പഞ്ചമകാരങ്ങളല്ല അവിടെയുള്ളത്, അത് തെറ്റാണ് എന്ന് പോലും പറയുന്നത് നമ്മൾ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ കോഴിക്കല്ല് എന്താണെന്ന് ഇവർ പറയുന്നില്ലെങ്കിൽ ഇവർക്ക് അതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ, അല്ല അറിഞ്ഞിട്ടും പറയാതിരിക്കുകയാണോ? സത്യത്തിൽ എന്താണ് അപ്പൊ ഈ ശ്രീവിദ്യയാണെങ്കിലും കാളി സമ്പ്രദായമാണെങ്കിലും എന്താണ് ഈ കോഴിക്കല്ല് മോഡൽ, അതിന്റെയൊക്കെ ഒരു ഇതിവൃത്തം അല്ലെങ്കിൽ ഐതിഹ്യമോ അതുമായി ബന്ധപ്പെട്ടൊന്ന് പറയാമോ? ശ്രീവിദ്യയിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും പറയാം, അതല്ല കാളിയിലാണെങ്കിൽ അതും അങ്ങനെയും പറയാം. ഏതായാലും അങ്ങേക്ക് അത് അങ്ങയുടെ അഭിപ്രായം പറയാം. ഞാനെന്ന് ചോദിക്കട്ടെ, കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം, ഈ ശ്രീകുറുമ്പന്റെ മന്ത്രം അറിയുന്ന എത്ര ആചാര്യന്മാരുണ്ട് ഇവിടെ? പറയാം. എത്ര തന്ത്രിമാരുണ്ട് ഇവിടെ? ശ്രീകുറുമ്പന്റെ മന്ത്രം എന്ന് പറയാം, ആർക്കും അറിയുന്നത്? ശ്രീകുറുമ്പ ഭഗവതി എന്നാണ് ആ മൂർത്തിന്റെ പേര്. ആ മൂർത്തിന്റെ മന്ത്രം, ധ്യാനം, ന്യാസം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, നിത്യവും ഉപചാരങ്ങളും ദേവതക്ക് നിവേദ്യമൊക്കെ കൊടുക്കുന്ന ആളല്ലേ ഈ ശ്രീകുറുമ്പന്റെ മന്ത്രം എന്ന് പറഞ്ഞാട്ടെ. എന്തുകൊണ്ട് ഇവർക്ക് അറിയുന്നില്ല ഇത്? അപ്പൊ ഇത് ഒരു കാലത്ത് ഇവര് തന്നെയാണ് ആരാധിച്ചിരുന്നത്. അതിലേക്ക് നമുക്ക് പിന്നീട് എത്താം. രണ്ടാമത് ശ്രീചക്രത്തിന്റെ കാര്യം, അവിടെ പരശുരാമൻ പ്രതിഷ്ഠിച്ചതും ശങ്കരാചാര്യ ശ്രീചക്രം ഉണ്ട്. ഇവര് പറയും, ഇതാരെങ്കിലും കണ്ടിരുന്നോ? ഇത് കണ്ട ഒരാളുണ്ടോ? ഇത് കണ്ട ആളുണ്ടെങ്കിൽ ഞാൻ അയാളെ കാല് പിടിക്കും. ഇപ്പോഴുള്ള ഒരുത്തൻ ഇത് കണ്ടിട്ടില്ല. ഇത് പറയപ്പെടുന്നു മാത്രം, ഇത് പറയപ്പെടുന്നു എന്നുള്ളത് മാത്രമേ. അടുത്ത കാര്യം, ഈ ശ്രീചക്രത്തില് ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രീകുറുമ്പനെ സേവിക്കാനുള്ള വിധാനം ഞങ്ങളെ കയ്യിലുണ്ട്, ശ്രീഭദ്രകാളിനെ സേവിക്കാനുള്ള വിധാനമുണ്ട്. ശ്രീചക്രത്തിൽ ശ്രീവിദ്യ ഉപമിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ആ ബിന്ദു രൂപിണി എന്ന് പറഞ്ഞാല് ബിന്ദുവിൽ ആരാധിക്കാൻ 33 കോടി ദേവതമാരെയും ബിന്ദുവിൽ ആരാധിക്കാനുള്ള വിധി സനാതന ധർമ്മപ്രകാരം ഉണ്ട്. അല്ലാണ്ട് ശ്രീചക്രം ശ്രീവിദ്യ, ഗുരുവായൂർ അമ്പലത്തിൽ ശ്രീചക്രം ഉണ്ട് ശ്രീകോവിലിന്റെ അകത്ത്. അപ്പൊ അവിടെ ശ്രീവിദ്യ ആണോ? നിങ്ങളെ ലളിതാ പരമേശ്വരിയാണോ മണ്ടന്മാരെ അവിടെ പ്രതിഷ്ഠ? വെറുതെ അങ്ങനത്തെ കൊടുങ്ങല്ലൂര് സംബന്ധിച്ചിടത്തോളം ശ്രീവിദ്യ വൽക്കരിക്കുക, ഇത് ഇപ്പോഴും ശ്രീവിദ്യ എന്ന് പറഞ്ഞ ആളാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ ഇടയിൽ ആർക്കും അറിയില്ലേ. നമ്മൾ വെറുതെ എന്താ പറയാ പ്രചരിപ്പിച്ചിട്ട് വലിയ തലത്തിലേക്കൊന്നും എത്തിക്കേണ്ട കാര്യമില്ല. എന്റെ അഭിപ്രായത്തിൽ ആർക്കും അറിയില്ല. എന്റെ അപ്പനപ്പ എന്റെ കാളി എന്റെ തമ്പുരാട്ടിയല്ലേ കുളിക ചാത്താന്ന് വിളിച്ച് സേവിക്കുന്ന ആൾക്കാരെ കേരളത്തിൽ അങ്ങോളം. നിങ്ങൾ അത് തന്നെ ചെയ്യണം, നിങ്ങൾ അതേ തുടരണ്ടുള്ളൂ. ഇവിടുത്തെ ശ്രീചക്രത്തിലും നിങ്ങൾക്ക് പൂജിക്കാം ഈ ദേവതമാരൊക്കെ. എല്ലാ സമുദായങ്ങളും പറയുന്ന കുലത്തിലും കാളി തന്നെ ഉള്ളത്. കളരിക്കുറുപ്പന്മാരെ കളരിയിലും എന്താ കാളി തന്നെയുള്ളത്. ഗൗരികയായിട്ട് അരയന്മാര് പൂജിക്കുന്ന ശ്രീകുറുമ്പവതിയും കാളി തന്നെ. നായന്മാരും അന്നവന്മാരും സമുദായം എണ്ണി പറയാനില്ല. എല്ലാരും പൂജിക്കുന്ന സ്വന്തം തറവാട്ടിൽ നമ്പൂരിമാര് എന്താ ചെയ്യുന്നത്? അവരില്ലത്ത് ഗുരുതിയല്ല ചെയ്യുന്നത്. അവരില്ലത്ത് വാർഷികത്ത് പ്രതിഷ്ഠാദിനത്തിലും ഞാൻ വെച്ച് മഹാവിഷ്ണുവിനാറ്റാ പൂജിക്കുന്നത്. നോക്കുമ്പോ ഭദ്രകാളിക്ക് ഗുരുതി ഈ നമ്പൂതിരിമാരെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നമ്പൂതിരിമാരാണ് നമ്മളാണ് കേട്ടോ. സ്വധർമ്മേ നിഗ്രഹം ശ്രേയം പരധർമ്മോ ഭയാവഹ. ഇത് കൂടാണ്ട് ഭഗവത്ഗീതന്റെ സാരാംശമാണ് ഉദ്ധരേത് ആത്മനാത്മന. നമ്മൾ ഉദ്ധരിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. അത് നമ്മൾ ചെയ്യാത്തടത്തോളം നമ്മൾ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഈ ശ്രീചക്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രീഭദ്രകാളിനെ പൂജിക്കാനുള്ള വിധാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ഇതായിരുന്നു നമ്മളെ പൂർവികന്മാര്, ഒരു സംസ്കൃതവും കാര്യങ്ങളോ അറിയാത്ത നമ്മളെ പൂർവികന്മാര് ചെയ്തിരുന്നത്. നമ്മുടെ മണിക്കിണറിന്റെ അകത്തും ശ്രീകോവിലിന്റെ അകത്തും മണ്ണിന്റെ അകത്തും തറവാട്ടിന്റെ ഉള്ളിലൊക്കെ ഈ ശ്രീചക്രം ഇപ്പോഴും ഉണ്ട്, ശ്രീച്ചു കിടക്കുന്നതും ആരാധിക്കപ്പെടുന്നതും അതിനുള്ള തെളിവുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ശ്രീചക്രം മേലേലും അല്ല താഴേലുള്ള ഒരു ദേവിയായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് കാളിയും നമ്മളെ പാരമ്പര്യവും തറവാടുമായിട്ട് ബന്ധപ്പെട്ട സംഗതി മാത്രമാണ്. ഇതിനെ രഹസ്യമായിട്ട് ആരാധിച്ചിരുന്നു. അതാണ് അകത്ത് ശക്തി പൂജയും പുറത്ത് ഗുരുതിയും ചെയ്യുന്നത്. അകത്തുള്ള ശാക്തയാണ് ശ്രീചക്രവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. അകത്തുള്ള ശാക്തയ കുടുംബ ഭദ്രത നിലനിൽക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ഗുരുതി ഈതിബാധകളെ നശിപ്പിച്ച് നമുക്ക് പ്രൊട്ടക്ഷൻ തരാനുള്ളതുമാണ് പുറത്തുള്ള ഗുരുതി. ഈ രണ്ട് തത്വമാണ്.
അവിടെ ആചാര്യൻ നമ്മൾ അങ്ങോട്ട് ചോദിച്ചൊരു കാര്യം, ഈ കോഴിക്കല്ല് മൂടൽ, ഇപ്പൊ അവിടെ ഉത്സവം ആരംഭിക്കുന്ന സമയത്ത് കോഴിക്കല്ല് മൂടലിലൂടെ ആരംഭിക്കുമ്പോൾ ആ കോഴിക്കല്ല് മൂടൽ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുക? അപ്പൊ അങ്ങനെ ഈതിബാധകൾ ഒഴിയാൻ വേണ്ടിയാണ് അവിടെ ആ ഒരു ചടങ്ങ് നടക്കുന്ന, അല്ലെങ്കിൽ ഗുരുജിയോ അത്തരം കാര്യങ്ങൾ പറയുണ്ടായി. ഇന്നിവിടെ ഈ കോഴിക്കല്ലോട് റിലേറ്റഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കോഴിക്കല്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നന്നായി. എനിക്ക് അത് സത്യത്തിൽ ചിരിയാ വരുന്നത്. അവിടുത്തെ പിന്നെ പ്രധാനപ്പെട്ട ആൾക്കാര് കുമ്പളങ്ങ കല്ലാണെന്ന് എനിക്ക് സംശയം. എപ്പോഴും കൊടുങ്ങല്ലൂർ പോയാൽ ഒരു കുമ്പളങ്ങ അതിന്റെ കയ്യിൽ ഉണ്ടാവും. ഈ കുമ്പളങ്ങ കൂഷ്മാണ്ഡ വിധി നടത്താനുള്ള പ്രമാണം ഇവർക്ക് ആയിരിക്കെങ്കിലും അറിയുമോ? കുമ്പളങ്ങ വെട്ടിയ ചോര വരുമോ അടികളെ? കോഴീനെ വെട്ടിയാലാണ് ചോര വരാം. തച്ചോളി മാണിക്കോട്ട് ഞാൻ 7 മാസം അവിടെ അടഞ്ഞു കിടന്ന സമയത്ത് ഞാൻ പോയിട്ടാണ് തിരിച്ച് ഒരു കർമ്മം ചെയ്ത് അവിടെ കാവില് വിളക്കും കാര്യങ്ങളൊക്കെ വെച്ച് പോന്നിരുന്നത്. പിന്നെ ഇപ്പോ സമ്പ്രദായം വിശേഷമായിട്ട് നടക്കുന്നുണ്ടാവും. ഈ തച്ചോളി മാണിക്കോത്തുകാരിക്കാണ് അവിടെ കോഴീനെ ബലി കൊടുക്കാനുള്ള അവകാശം. ഒരു കാലത്ത് ഭഗവതിന്റെ കാവും പരിസരവും ഒക്കെ യുദ്ധം ചെയ്ത് ബാക്കിയുള്ള അക്രമികൾ ആക്രമിക്കപ്പെടുന്ന ഘട്ടത്തിൽ തച്ചോളി ഉദയനന്റെ സഹായം തേടി അപ്രകാരത്തിലുള്ള ഉടമ്പടിയാണ് ഇന്നും തച്ചോളി കോഴി ആചാരമുണ്ടെന്ന്. അത് ഭഗവതി വീട്ടുകാർ ഏറ്റുവാങ്ങി കൃത്യമായിട്ട് ബലി കൊടുത്തു പോന്നിരുന്നു. അതിനുശേഷം തുരുതുരാ ആ ബലിക്കല്ലിൽ കോഴിക്കല്ലിൽ നടന്നു. ഇന്നും കോഴിക്കല്ല് തന്നെയാണത്, അല്ലാണ്ട് കുമ്പളങ്ങ കല്ലല്ല. അവിടെ ബലി നടക്കണം. കാരണം കേരളത്തിലെ ബാക്കിയുള്ള 13 കാവുകളിലും ആ രഹസ്യമായിട്ട് പ്രകടമായിട്ട് ഇന്നും ഇത് നടക്കുന്നുണ്ട്. ഇതിന്റെ മൂലസ്ഥാനമായ തമ്പുരാട്ടിക്ക് നടക്കാത്തതാണ്. ഞാൻ സത്യം തുറന്നു പറയാലേ, ഇന്നിപ്പോ നോക്കാം, ഈ ഭഗവതിയായിട്ട് കൊടുങ്ങല്ലൂർ അമ്മയായിട്ട് ബന്ധപ്പെട്ട നർത്തകന്മാരായാലും തന്ത്രിമാരായാലും ഈ ദേവീനെ സ്തുതിക്കുന്ന ഭരണിപ്പാട്ട് പാടുന്ന ആൾക്കാരായാലും അല്ലെ ഭഗവതിന്റെ ബാക്കിയുള്ള നർത്തകന്മാരെ കാര്യങ്ങൾ ചെയ്യുന്ന ആളായാലും ഭഗവതിക്ക് വിളക്ക് വെക്കുന്ന ആൾക്കാരായാലും ഒക്കെ എല്ലാവരും ദുരിതത്തിലാണ്. ഓട്ട അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ആൾക്കാരെ മുതൽ സെക്യൂരിറ്റിക്കാർ വരെ ദുരിതത്തിലാണ്. ഇവരൊക്കെ ദുരിതത്തിലാണ്. ഇവരൊക്കെ കുടുംബങ്ങളൊക്കെ നശിച്ചു പോവാണ്. ഇവരൊക്കെ കടം, എനിക്കറിയാം എത്ര ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. ഇവരൊക്കെ മാസാമാസം EMI അടക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നതാണ്. മന്ത്ലിയുള്ള EMI അടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യം കൂടി പറഞ്ഞു. യോഗാത്മകമായിട്ടുള്ള കാര്യം മാത്രമല്ല, നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും. അതുകൊണ്ടും കൂടിയാ പറയുന്നത്. അപ്പൊ ഈ എന്താ പറയുന്നത്, ഈ തമ്പുരാട്ടിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്തുകൊണ്ട് ദുരിതം വരുന്നു? ഇത്രയും നമ്മൾ ദേവിനെ പഠിച്ച് ജനിക്കുന്നതോ നമുക്ക് പരീക്ഷണം ഒന്നുമില്ലാത്ത പ്രശ്നങ്ങൾ നമുക്ക് അടിച്ച് കയറുക. ഇപ്പൊ പല ആചാര്യന്മാര് പുതിയ ജനിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഗുരുക്കന്മാരെ തട്ടി നടക്കാൻ പറ്റുന്നില്ല, അറിയാലോ. എനിക്കൊക്കെ സത്യം പറയാൻ എത്ര കാലം ഇവര് നിലനിൽക്കും, എത്ര കാലം ഉണ്ടാവും? എല്ലാവർക്കും ദുരിതം പ്രശ്നം. ഇവരെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ അറിയുന്ന സമയത്ത് അയ്യോ ഇതിലും വലിയ മണ്ടപതി വേറെ ഇല്ലാന്നാ. അപ്പൊ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈതന്യത്തിനെ പറ്റി സേവിക്കും തോറും നമുക്ക് ദുരിതം വരും. ഇത് കാളീന്റെ മണ്ണാണെങ്കിൽ പരാശക്തി ഭദ്രകാളി, കൊടുങ്ങല്ലൂർ അമ്മയാണെങ്കിൽ സാക്ഷാൽ ഭദ്രകാളിയാണ്. ഇത് നമുക്ക് കൃത്യമായിട്ട് ദുരിതം പോയിട്ട് നമുക്ക് അഭിവൃദ്ധിയിൽ ഉണ്ടാകേണ്ടത്. എന്തുകൊണ്ട് നമുക്ക് വരുന്നില്ല? പട്ടാളക്കാർക്ക് റമ്മ കൊടുക്കുന്ന പോലെ ഓരോരോ ദേവതമാരുടെ സ്വഭാവമുണ്ട്. പച്ച മലയാളത്തിൽ പറയാണ്ട് അതിനനുസരിച്ച് പൂജിച്ചില്ല ഒന്നും കാര്യമില്ല. ഇത് ഒന്നും അറിയാത്ത നമ്മളെ പൂർവികന്മാർ നിഷ്കാമമായിട്ട് ചെയ്തിരുന്നത് ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞത് എന്ത് ചെയ്യുന്നത് പണ്ടുള്ളവർ എന്നറിഞ്ഞ് അത് ചെയ്യണം. ധർമ്മദൈവം പ്രസാദിച്ച് കിളിർപ്പോ തറവാട് വരുന്നു. അപ്പൊ അവനവന്റെ പൂർവികന്മാര് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ അനുഷ്ഠിച്ചു വരേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി, ഈ തമ്പുരാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ള നർത്തകന്മാർ ലക്ഷക്കണക്കിന് കോമരങ്ങൾ ആയുധം പിടിക്കുന്ന സ്ഥലം കൊടുങ്ങല്ലൂർ കാവ് ഒക്കെ ദുരിത. അവരവർക്കറിയാം. ഞാൻ ഈ പറയുന്ന കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് മാനസികമായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടല്ലാണ്ട് വേറൊന്നുമില്ല. പക്ഷെ ഇവര് ജീവിത ചെലവുകളും കാര്യങ്ങളും ആ സമയത്ത് ഒന്ന് കഴിഞ്ഞു പോകുന്നുണ്ടെന്ന് മാത്രം, ഇവര് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മാത്രം. ആരായാലും എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു? മറിച്ച് കൃത്യമായിട്ട് ബലി കൊടുക്കുന്ന ഒരു സമുദായം നമ്മൾക്ക് പുറത്ത് വേറെ ഉണ്ട്. ശുക്രവാരം വെള്ളിയാഴ്ച കൃത്യമായിട്ട് നട്ടുച്ച നേരത്തായിട്ട് കൃത്യമായിട്ട് അവർ ആരാധനകൾ നടത്തുന്നുണ്ട്. ദിനം കഴിയും തോറും അവർക്ക് അഭിവൃദ്ധി അല്ലാണ്ട് വേറെ എന്തെയുണ്ടോ? നമ്മുടെ ഇവിടുത്തെ ഹിന്ദു സ്ത്രീകള് അവരെ പീഡികകളില് അവരെ കടകളില് അടിമകളായിട്ട് ജോലി ചെയ്യല്ലേ നമ്മളെ ഭാര്യമാരൊക്കെ, അല്ലെ പെങ്ങന്മാരൊക്കെ, അല്ലെ ചേച്ചിമാരൊക്കെ. എന്തുകൊണ്ട് ഈ ദുർഗതി നമുക്ക് വന്നു? അത് നമ്മളെ കാളീനെ ആരാധിക്കാത്തത് കൊണ്ടാണ്, വേറൊന്നുമല്ല. അവനവനെ കുണ്ടലിനി ശക്തി എന്താണ്, അവനവന്റെ പാരമ്പര്യം എന്താണോ അതിനെ ആരാധിക്കണം. അല്ലെങ്കിൽ മാർച്ച് ആന, ചേന, വട്ട, വടിയൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഒന്നും നടക്കൂലേ? ഒരു നീർക്കോലി ആരാധിക്കണം. ആചാര്യം വളരെ കറക്റ്റാണ്. എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളവിടെ ഒരു ആചാരവുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത് എത്രയോ കോമരങ്ങളുണ്ട്. ആ കോമരങ്ങൾ ആരും തന്നെ സത്യം പറഞ്ഞ ഭഗവതികളാണ് അവരൊക്കെ എന്ന് പറയുന്നു നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു ഭഗവതിമാർ പോലും ആ ഒരു ആചാരത്തിന്റെ ഒപ്പം നിൽക്കുന്ന നമ്മൾ കണ്ടില്ല. അപ്പോൾ എത്രത്തോളം ഭഗവതി ഉണ്ടേ നമുക്ക് ആശങ്കയുണ്ട് ആ കാര്യത്തിലൊക്കെ. അതെനിക്കും അതിശയം, അത് സത്യം. എനിക്കും അതിശയം. ഇവരൊക്കെ ദേവി വരുന്നുണ്ട്, എങ്ങനെ ഒത്തുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു കോഴി വെട്ടാനുള്ള
അല്ല ആചാര്യൻ, അവിടെ എത്രയോ ആളുകളൊന്ന് കോഴിയെ പറത്തുകയാണ്. ഈ പറത്തുമ്പോ ഭഗവതി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലച്ഛൻ കൊടുത്ത ഒരു 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 വാക്കാണ് അത് സ്വീകരിക്കാന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഭഗവതിമാർ ഈ ശിരസ് വെട്ടുന്നത് പോലെ അല്ലെങ്കിൽ ലടം ഭേദിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യങ്ങളാണ്. ആ പറത്തുന്ന കോഴിയെ പിടിച്ച് അവരൊന്ന് അതിന്റെ രക്തം നുകർന്നിരുന്നെങ്കിൽ ആ ഭഗവതിയെ നമുക്ക് നേരിട്ടൊന്ന് കാണാമായിരുന്നു. പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ ഒരു നേരത്തെ പറഞ്ഞ ദുരിതം എന്തുകൊണ്ട് ഇവർക്ക് വരുന്നത്? എനിക്ക് എന്തുകൊണ്ട് തരുന്നില്ല പറ. ഇവരൊക്കെ പറ, ഇവിടുത്തെ തന്ത്രിമാരും ആചാര്യന്മാരും കോമരങ്ങളൊക്കെ പറ, എന്തുകൊണ്ട് തരുന്നില്ല? ആ ബലിക്കല്ലിന്റെ വടക്കേ നടയിൽ എത്തിക്കഴിഞ്ഞ ഇവരെ ഗോസിപ്പല്ലേ, ക്യാമറക്കാരൊക്കെ മുന്നിലുണ്ടാവും. ബലിക്കല്ലും ചവിട്ടിട്ട് അതിന്റെ മേലെ ഞാൻ തന്നെ വലിയ ആളെന്നും പറഞ്ഞിട്ട് കോഴിനെ കഴിച്ചു പറിക്കാൻ കൽപ്പില്ലാത്ത നർത്തകന്മാർ ഒരുപാടുണ്ട്. ഇതൊന്നും എന്ത് പറഞ്ഞാലും കൊടുങ്ങല്ലൂര് കോഴി വെട്ടാണ്ട് എന്ത് കേസെടുത്താലും കുഴപ്പമില്ല. കൊടുങ്ങല്ലൂർ അമ്മക്കന്റെ രക്തം. ആചാര്യൻ, നമ്മൾ അവിടെ പോയ സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മള് അവിടെ ഒന്നും ചെയ്യണമെന്ന് കരുതി പോയതല്ല. അവിടെ പ്രാർത്ഥിച്ച് നിവേദ്യം സമർപ്പിക്കാൻ പോയതാ. പക്ഷെ മറിച്ച് പിന്നീട് ഉണ്ടായതെല്ലാം ദൈവനിശ്ചയമാണ്. എന്നാൽ അവിടെ അത്ര കണ്ട് ഉറഞ്ഞു തുള്ളുന്ന കോമരങ്ങൾക്കൊന്നും തന്നെ അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ആശങ്ക. കാരണം അവിടെ സത്യത്തിൽ ആ ദേവീ ചൈതന്യം അല്ലെങ്കിൽ ദേവ ചൈതന്യം അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മുടെ കയ്യിലല്ല. അവിടെ നമുക്ക് നിയമപാലകരോ നിയമോ നമ്മളുടെ മനസ്സിൽ ഈ പറയുന്ന ഇവിടുത്തെ സംവിധാനം, ഹിന്ദു വിരുദ്ധ സംവിധാനം ഉണ്ടാക്കിയെടുത്ത ഒരു നിയമവും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. സ്വന്തം പാരമ്പര്യം ആ ബോധം, ആ ഒരു നിയമത്തിന്റെ ബോധം ഇവരെ ഏൽക്കുന്നു എങ്കിൽ ഇവർക്ക് എവിടെയാണ് ദേവചൈതന്യം, ദേവീ ചൈതന്യം വിളയാടുന്ന ബാഹ്യമായിരിക്കുന്ന ഒരു നിയമത്തിന്റെ മുന്നിൽ ഭയപ്പെട്ടുകൊണ്ട് ഉറയുന്നു എങ്കിൽ, എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നല്ല നമ്മൾ പറയുന്നത്, അങ്ങനെ ചെയ്യുന്നു എങ്കിൽ സത്യത്തിൽ ഇവരിൽ എത്രത്തോളം കൊടുങ്ങല്ലൂരമ്മ വിളയാടുന്നുണ്ടെങ്കിൽ നിയമം മറക്കുമല്ലോ. കാരണം ആ നിയമമാണോ അമ്മയ്ക്ക് വലുത്, അതോ അമ്മയ്ക്ക് ലഭിച്ച അവകാശമാണോ അമ്മയ്ക്ക് വലുത് എന്നുള്ളതല്ലേ അവിടെ ഒരു വിഷയം വരുന്നില്ല. അങ്ങ് പറഞ്ഞതിൽ വ്യക്തമാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, അമ്മ വിളയാടുകയാണെങ്കിൽ അമ്മ അവിടെ തെളിയണ്ടേ? എന്നാൽ അവിടെ ഈ ഹിന്ദു വിരുദ്ധ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുത്ത നിയമങ്ങൾ, അത് ഹിന്ദുവിൽ അകത്തോ പുറത്തോ ഉള്ളവരാവട്ടെ, ഈ ശാക്തേയ ധർമ്മവിരുദ്ധമായ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൽ ഭയന്നു എന്നുള്ളതല്ലേ കോമരങ്ങളുടെ ഈ ഒരു കോഴി പറത്തുമ്പോൾ അത് ശ്രദ്ധിക്കാതെ കേവലം ഭരണിപ്പാട്ട് മാത്രം പാടുക. അതും തന്നെ ഭരണിപ്പാട്ടൊക്കെ വന്ന് മാറി ട്യൂണ് മാത്രമായിരിക്കുന്നു, ഒരു താനാരോ തന്നാരോ. പിന്നെ കൂടാതെയുള്ള ഈ കോഴി പറത്തുമ്പോൾ അവര് നെറ്റി വളർക്കുന്നു, അവരെന്തോ അങ്ങ് പറഞ്ഞ ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ അല്ലാതെ ഈ നന്നായി മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതൊക്കെ വേണം. അമ്മ അണിഞ്ഞൊരുങ്ങട്ടെ, അതൊന്നും വേണ്ട. പക്ഷെ മറിച്ച് അതിൽ മാത്രം ഒതുങ്ങുകയും ഏമന്മാരായ കോമരങ്ങളിൽ പോലും ഈ ആർജവം, ദേവി ഉറഞ്ഞ, ദേവി കുടികൊണ്ട, ദേവി ആവേശിച്ച ആ ആർജവം നമ്മൾ കാണുന്നില്ല. അപ്പൊ അത് ഈ ഭയപ്പാട് കൊണ്ടാണോ ഇവരിൽ ആ ദേവി വരുന്നില്ലേ? ഈ ലക്ഷങ്ങൾ കൊണ്ട് ദേവി വരുന്നില്ലേ? കാരണം ഇത്രയും ഉണ്ടായിട്ട് ഒരാൾക്ക് പോലും ഇത് കാണുന്നില്ല. ഇവരപ്പോൾ കേരളത്തിന്റെ ഈ ഹിന്ദുക്കൾക്കെതിരെയുള്ള നിയമം ഇവരുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണോ ഈ ഉറഞ്ഞു തുള്ളുന്നത്? അപ്പോൾ സത്യത്തിൽ ആ വ്യക്തിയല്ലേ ഉറഞ്ഞു തുള്ളുന്നത്, അല്ലാണ്ട് ഭഗവതി അല്ലല്ലോ. നമുക്ക് തോന്നുകയാണ്, അത് അങ്ങിൽ നിന്ന് അറിയാനാണ്. ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ കൽപ്പുള്ള ഒരുത്തനും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. ഉണ്ടോ? എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ഒന്നൊന്നര ചോദ്യമാണ് ഇത്. 1000 പ്രാവശ്യം ഞാൻ ചിന്തിച്ചതാ, ഇത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഈ കൊടുങ്ങല്ലൂര് കാവിന് ചുറ്റും ഇപ്രകാരത്തിലുള്ള കർമ്മങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ കോമരങ്ങൾ അവരവരെ തറവാട്ടിൽ ഗൃഹത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയത്തും തിരിച്ച് തറവാട്ടിൽ എത്തുന്ന സമയത്തും ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ സ്വന്തം കുണ്ടെങ്കിൽ പ്രാണശക്തിനെ കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ട് ആരാധിക്കും. പക്ഷെ അവിടെ മനുഷ്യന്റെ രക്തമല്ലാണ്ട് അവിടെ ദേവതയ്ക്ക് മുന്നേ കൊടുത്ത കാളി, മാതീക മത്സ്യമാംസാദി രാഗിണി, രുദ്രപ്രിയ കൃത്യമായിട്ട് പ്രമാണം. രുദ്രപ്രിയ തന്നെയാണ് ഭഗവതി. ഇതൊന്നും എല്ലാം ഒരാൾക്കും പറയാൻ കഴിയില്ലേ? ആര് സദസ്സിലും വേണമെങ്കിൽ നമുക്ക് പോവാം, പ്രമാണ സഹിതം നമുക്ക് സംസാരിക്കാം. ഇതൊന്നും ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കൊക്കെ എല്ലാ തന്ത്രിമാരും ഇപ്പൊ ഈ അടുത്ത് ഞാൻ ആലുവയിൽ പോയിട്ട് ഈ തന്ത്രിമാർ മേൽശാന്തിമാർക്ക് ക്ലാസ് എടുത്ത് കൊടുത്ത് അവർക്ക് വൈദികത്തിന് കവളത്തിലേക്ക് വരണമെന്ന്. അല്ല, ആൾക്കാരൊക്കെ മാറി വരിക, നമ്മൾ ഇതിനെ സ്വീകരിക്കുന്നു. കാരണം സ്വന്തം പാരമ്പര്യം കാര്യങ്ങളും ഇതേപോലെ നിങ്ങളെ പോലെയുള്ള ആചാര്യന്മാരും മുഖാന്തരം ആൾക്കാർ സ്വീകരിച്ചു തുടങ്ങി. ഒരു പരിധി വരെ പണ്ട് കാലത്ത് 90% എതിർത്ത ആൾക്കാർ ഇന്ന് 30% മാത്രമേ ഇതിനെ എതിർക്കുന്നുള്ളൂ. അടുത്ത ചോദ്യം, എന്തുകൊണ്ട് കോമരങ്ങൾക്ക് ഇത് പറ്റുന്നില്ല? കൃത്യമായിട്ട് പറയാ, ദേവീനെ വേണ്ടോളം അറിയുന്നില്ല. ഇവിടെയാണ് ആചാര്യൻ നമ്മളെ ഒരു സാധാരണ ഭക്തൻ ചെയ്യണം നമ്മൾ പറയുന്നില്ല. ഭക്തനോ അങ്ങേപ്പോഴുള്ള ആചാര്യന്മാരോ അത് ചെയ്തില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു, നമ്മൾ അവിടെ തൊഴാൻ പോയതാണ്. പിന്നീടുള്ളതെല്ലാം അവിടെ നിന്നുണ്ടായ ആവേശമാണ്. ആവേശം എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ ആവേശമല്ല,
ഭൈരവ ശക്തി നമ്മളിലേക്ക് ആവാഹിച്ചല്ല ഒരിക്കലും നമ്മൾ അതിനു വേണ്ടി നമ്മളവിടെ സമർപ്പിക്കുന്ന നിവേദ്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാ പോയത് പാരമ്പര്യ ക്രമത്തിൽ. എന്നാൽ അത് ഈ കോമരങ്ങൾക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്നാണ് നമ്മൾ ചോദിച്ചത്. നമ്മളെ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇപ്പൊ എന്താ അങ്ങ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ ആണെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാണിക്കാൻ എനിക്ക് തെളിവുകളുണ്ട്. നമ്മൾ ചോദിച്ചു. ഇപ്പൊ ഇത്ര വിവാദമായ സ്ഥിതിക്ക്, ഇതൊരു വിവാദമായ സ്ഥിതിക്ക് ഇപ്പൊ ചെയ്യുന്നുണ്ടോ വെച്ചാൽ ഇവിടെ അങ്ങ് പോലും ചെയ്തില്ലെങ്കിൽ വിരോധമില്ല. കോമരങ്ങൾ അങ്ങനെയല്ലല്ലോ, അവർ ദേവി ആവേശിച്ച ശരീരങ്ങളാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ അവരത് ചെയ്യണ്ടേ? അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങ് സാധാരണ മനുഷ്യൻ. അപ്പൊ അങ്ങേക്ക് അവിടെ പോയി ആചാര്യത്വം ജ്ഞാനം കൊണ്ടാ. എന്നല്ല മറ്റത് അങ്ങനെ ജ്ഞാനമല്ല, അവിടെ തലം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആ തരത്തിൽ ഭഗവതിയായോ അല്ലെങ്കിൽ ആ ഭഗവാനായോ മാറിയ വ്യക്തിക്ക് ഈ ആവേശം ഇത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബോധത്തിൽ നിൽക്കുന്നു എന്നും ഇവരിത് ഇമിറ്റേഷൻ, ആരോ തുള്ളി ഞാനും തുള്ളുന്നു, ആരോ വാളെടുത്തു ഞാനും വാളെടുക്കുന്നു എന്ന രീതിയിലേക്ക് വരുന്നു. അപ്പോൾ ഇവർക്ക് സാധനാബലം ഇല്ലാത്ത കുറവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവർ കൃത്യമായി കൂടുതൽ ഇവരുടേതായ സംവിധാനത്തിൽ ഉയരേണ്ടത്. നമ്മളിപ്പോ ഇന്നിപ്പോ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ കോമരങ്ങളുടെ ആളുകളെയും ഇവിടുന്ന് ആശ്രമത്തിൽ ക്ഷണിച്ചാണെന്നാൽ ശരി, അവരുടെ കൂടി സാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് സംഘടനാ നേതാക്കൾ. പക്ഷെ അവരുടെ ഒന്നും ഒരു ഇത് ഉണ്ടായില്ല. നമുക്ക് നല്ല വേണ്ട വിധത്തിലുള്ള അവരുടെ ഒരു സഹകരണം ഉണ്ടാവാത്തത് കൊണ്ടാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു അവരുമായിട്ട് പ്രത്യേക ചർച്ച. പക്ഷെ മറിച്ച് ഈ ഒരു പോരായ്മ ശരിക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് തപസ് കൊണ്ട് അല്ല, വേണച്ചിട്ടല്ല, വേണമെന്ന് കരുതി ചെയ്താലും അത് ഭഗവതി ആവേശമല്ല. പക്ഷെ മറിച്ച് ആ പൂർണ്ണത, ഇന്നലെകളുടെ പൂർണ്ണത ഉണ്ടാകുമ്പോൾ അല്ലേ ആ കോമരം സത്യത്തിൽ നമ്മൾ ഭഗവതി ഉറഞ്ഞു തുള്ളുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യം അത്രയും കുണ്ടല്യ ശക്തി ഉണ്ടെന്ന ഒരാളെ അന്ധകരണത്തിന് വരുന്ന ചോദ്യമാണ്. ചോദ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരം തരാൻ നിൽപ്പുള്ള ആൾക്കാർ ഇന്ന് നിലവിലില്ല. കാരണം ഇതിന്ന് അവിടെ നടക്കുന്നില്ല. രണ്ടാമത്തെ കാരണം, ഇന്ന് ഉറഞ്ഞാടുന്ന കോമരങ്ങള് കൃത്യമായിട്ട് അവരെ ശരീരവും മനസ്സൊക്കെ മറന്ന് വേണ്ടും വിധത്തിൽ അവരെ രക്തമൊക്കെ കൃത്യമായിട്ട് ഒഴുക്കി ഞാൻ തന്നെ കാണാറുണ്ട്. മാംസമൊക്കെ തൂങ്ങി നടക്കുന്നു. അപ്പൊ ചൈതന്യം ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ചൈതന്യമുണ്ട്. പക്ഷെ ദേവതക്ക് വേണ്ടത് എന്തുകൊണ്ട് അവരെ ഉരിയാട്ട് പ്രകാരം അല്ലെ അവരെ കൽപ്പന പ്രകാരം അവരെ കൈകൊണ്ടോ അല്ലെങ്കിൽ അവരെ ശരീരഭാഷ കൊണ്ടോ നടക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് വേണ്ട വിധത്തിലുള്ള സാധനാ പദ്ധതി അല്ലെങ്കിൽ അതിന്റെ കാളിയെ കൂടുതൽ അടുത്തറിയാത്തത് കൊണ്ട് അല്ലെ അതിലേക്ക് അവരെ സംഘടനകളെ എത്തിപ്പെടാത്ത കൊണ്ട് അല്ലെ അതിലേക്കുള്ള അജ്ഞാന കുറവ് കൊണ്ട് മാത്രമാണ് അവിടെ ഇന്ന് ബലി നടക്കാത്തത്. കാരണം ഇതേ ദേവസ്വം ബോർഡിന്റെ അംഗീകൃതമായിട്ടുള്ള പല ക്ഷേത്രങ്ങളിലും കാവുകൾ ഇത് നടക്കുന്നുണ്ടേ. കൊടുങ്ങല്ലൂര് മാത്രം എന്താണ് ഇത് പറഞ്ഞു, ബാക്കി എന്റെ അഭിപ്രായത്തിൽ എവിടെ നടന്നില്ലേയും കുഴപ്പമില്ല, കൊടുങ്ങല്ലൂര് നടന്ന അത് മതി. എനിക്ക് തോന്നുന്നില്ല അടുത്ത എന്തായാലും ഈ ഒരു സന്ദർഭത്തില് ഇതൊക്കെ താങ്ങി നിർത്തണേ ആ ദേവതന്റെ അനുഗ്രഹകാല കൂടിയേ തീരും. നമ്മളെ ശാക്തേയന്മാരും ദേവി ഉപാസന്മാരും ഒരു അഹംഭാവം പറഞ്ഞുകാരില്ലേ, എത്ര നമ്മൾ താന്നിരിക്കുന്ന അത്രയും നമ്മൾ ഉയരും ഈ ദേവതന്റെ മുന്നിൽ. ഈ ഒരു സമയത്ത് ഈ കോമരങ്ങൾ ഇത് ആവേശിക്കുന്നില്ലെങ്കിലും ഇനി ബോധത്തോടു കൂടിയോ ഇനി ബോധം ദൈവീക ബോധത്തിലായാലും ശരി ആ ഒരു ദൈവ ചൈതന്യത്തിന് മുമ്പിൽ ആ സമർപ്പണം നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് സാധകര് പോവുകയും അത് ചെയ്യുകയും ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു വിവാദങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പോരാട്ടങ്ങളുടെ കാലഘട്ടത്തിൽ. എന്തായാലും അവർ ഈ ഒരു സമയത്ത് നമ്മൾ സ്മരിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അവരെ സ്മരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കട്ടെ, ഇതിന് ആരംഭം കുറിക്കേണ്ട അവിടുത്തെ പ്രധാനപ്പെട്ട രാജാവ് കോഴിക്കല്ല് മൂടലിന്റെ ആചാരം കുറിക്കേണ്ടത് ശരിക്ക് ഈ പറയുന്ന തച്ചോളി തറവാട്ടുകാരല്ലേ. തച്ചോളി തറവാട്ടുകാർ അതിന് വരുമ്പോൾ ആ ചേകവ പാരമ്പര്യം തീയരാവുന്നത് കൊണ്ടല്ലേ ചേകവ എന്ന് പറയുന്നത്. ആ ചേകവ പാരമ്പര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് അവർ പോലും ഇതിനൊരു ഇൻട്രസ്റ്റഡ്, അല്ലെങ്കിൽ അവരല്ലേ ഈ സമാജത്തോട് പറയേണ്ടത് ഇതിന്റെ ആചാരം ഇങ്ങനെയാണ്, ഞങ്ങൾക്കിത് ചെയ്യണമെന്നുണ്ട്, നിങ്ങൾ സമാജം ഒറ്റക്കെട്ടായി ഞങ്ങളുടെ കൂടെ നിൽക്കണം. അതിനൊപ്പം തന്നെ ഭഗവതി തറവാട്ടിന്റെ പ്രതിനിധികൾ പോലും അവിടെ പല സ്ഥാനങ്ങളും കൈകാര്യം ചെയ്ത് നമുക്കറിയാം, ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇവരും തന്നെ ഈ രീതിയിൽ ഞങ്ങൾക്കിത് ചെയ്യണം, അതിന് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ സമാജം ഞങ്ങൾക്കൊപ്പം നിൽക്കണം, കാരണം നിയമ തടസ്സമുള്ളത് കൊണ്ട് നിങ്ങൾ ഇപ്പൊ ശബരിമല പ്രക്ഷോഭം പോലെ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സമൂഹം നിന്നില്ലെങ്കിൽ അവർക്ക് പറയാം. മറിച്ച് അവരുടെ ഭാഗത്തുനിന്ന് പോലും ഒരു കുമ്പളങ്ങിയോ ചുവന്ന പട്ടവും മതി എന്ന രീതിയിലൊരു സമീപനം ഉണ്ടല്ലോ. അതെന്താണ്? ഇവരുടെയൊക്കെ ആ ശാസ്ത്രവീര്യം നശിച്ചോ? അവർക്കൊന്നും വീരത്വമില്ല. അവർ തച്ചോളി തറവാട് പേര് പറയുകയും ഭഗവത് തറവാട് പേര് പറയുകയും മാത്രമായി ചുരുങ്ങുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇവരൊന്നും ഇതിനൊന്നും സമാജത്തോട് ആവശ്യപ്പെടുക പോലും ചെയ്യാത്തത്? അവരെ ശാസ്ത്രവീര്യം നശിച്ചെന്ന് ഉറപ്പല്ലേ? ആ തറവാട്ടുകാരിക്കൊക്കെ ദുരിതല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നല്ലേ? ദുരിതത്തോട് ദുരിതല്ലേ? അംഗങ്ങളൊക്കെ അംഗബലവും കാര്യങ്ങളും കായബലവും ഒക്കെ നശിച്ചല്ലേ പോകുന്നത്. ഇത് എന്തുകൊണ്ടെന്ന് ഇവർ ചിന്തിക്കുന്നില്ല? സ്വന്തം പാരമ്പര്യം അനുഷ്ഠിക്കാത്തതുകൊണ്ടല്ലേ?
അല്ലാണ്ട് വേറെ എന്തുകൊണ്ടാണ്? ഇവരൊക്കെ കൃത്യമായിട്ട് മുന്നോട്ടിറങ്ങി എന്താ സനാതന ധർമ്മികളെ ഞാൻ പറയുന്നില്ല. ഇവിടുത്തെ ശാക്തേയമാരെ എങ്കിലും കൂട്ടി യോജിപ്പിച്ചിട്ട് ഇറങ്ങാൻ കൃത്യമായിട്ട് നടക്കും. നമ്മൾ ആവേശിച്ച് നമ്മളിലുള്ളത് കാളി ചൈതന്യമാണ്. ആ ചൈതന്യം പ്രകടഭാവത്തിലാണ്. ഈ ചൈതന്യത്തിനെ പുഷ്ടിപ്പെടുത്തി നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിറങ്ങിയാൽ ഇത് നടക്കും. നമ്മൾ അതാണ് പറഞ്ഞത്, 1000 ആചാര്യന്മാർ ഇനിയും ജനിക്കട്ടെ, 1000 കോമരങ്ങൾ ഇനിയും തലവെട്ടി പൊളിക്കട്ടെ. എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവിടെ കൊടുങ്ങലിൽ കോഴിയെങ്കിലും ബലിയർപ്പിക്കാൻ കഴിയിട്ടില്ല, പിന്നെ എന്ത് പുണ്ണാക്കി ചെയ്തിട്ട് ഒരു കാര്യം. ചത്തുപോലെ 1000 കേസെടുത്താലും കുഴപ്പമില്ല. പറഞ്ഞോളൂ. ആചാര്യ, ഇത് പറയുമ്പോഴാണ് കേസ് എടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി കേസ് നടക്കുന്ന 2 ഗുരുപരമ്പരകൾ ഓൾറെഡി അവിടെ ഉണ്ട്. അവരെ ഒന്നും സത്യം പറഞ്ഞ ഈ ശാക്തേയന്മാരൊന്നും അവരൊന്നും തന്നെ അവർക്ക് വേണ്ടി നമുക്കിപ്പോ നിങ്ങളിപ്പോ ഏറ്റവും ജ്ഞാനമുള്ളവര് ആചാര്യന്മാരെ പദവിയിൽ കേരളത്തിൽ ഇരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് സമുദായപരമായിട്ടും സാമ്പ്രദായികപരമായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങളാണ്? ഇവിടുത്തെ ഏത് സനാതന ധർമ്മങ്ങളാണ്, ഇവിടുത്തെ ഏത് BJP-ക്കാർ പോട്ടെ, ഏത് രാഷ്ട്രീയം പറഞ്ഞില്ല, ഹിന്ദുത്വത്തിന്റെ മേലെ ഇരിക്കുന്ന ആര് നിങ്ങൾ താങ്ങാൻ നിൽക്കുന്നു? മറിച്ച് ഈ ചോന്ന മുണ്ട് എടുത്തെടുത്ത് ഞാൻ ഒരു കാവ്യ സന്യാസമായിട്ട് ഇരിക്കട്ടെ, എനിക്ക് മൊത്തിക്ക് ഒരു അടി കിട്ടിയ ചോദിച്ചാൽ 1000 BJP-ക്കാരുണ്ട് ഇവിടെ, 1000 ഹിന്ദുക്കളുണ്ട്. എന്തുകൊണ്ട് ഇവിടുത്തെ കുലാചാരം ചെയ്യുന്നവർ ഇവിടെ അംഗീകരിക്കപ്പെടുന്നില്ല? കുലാചാരം അല്ലാണ്ട് വേറെ എന്താ ഇവിടെ ഉള്ളത്? എന്താ ഇവിടെ ഉണ്ടായത്? അപ്പനെ കയറി ഔസേപ്പെട്ടാന്ന് വിളിക്കുന്ന പോലെയാ, മനസ്സിലായില്ലേ? കാളിനെ മാറ്റിട്ട് ബാക്കിയുള്ള ദേവതമാരെ അല്ല, ഞാനത് കഴിക്കുന്നില്ല, ഞാൻ പച്ചക്കറി മാത്രമേ കഴിക്കുന്നുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകാരം കിട്ടുന്ന ഒരു കാലം നമുക്ക് കഴിഞ്ഞുപോയി. അങ്ങനെ വേണ്ടേ? 2 ചോറും മീനും കൂട്ടിയിട്ട് ചോറുന്നിട്ടായാലും നമുക്ക് അംഗീകാരം കിട്ടണം. അങ്ങനെയായിരുന്നു നമ്മൾ പൂർവികരെ ആരാധിച്ചത്. അത് തുറന്നു പറയണം ആദ്യം. തീർച്ചയായും ആചാര്യൻ, ഈ ഒരു വിഷയം എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇപ്പൊ നമ്മളുടെ സ്വന്തം അനുഭവമാണെങ്കിലും നമ്മൾ അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞ് പ്രദക്ഷിണത്തിന് പോകുമ്പോൾ നമ്മളെ തടയുന്നത് ഹിന്ദു സംഘടനാ പ്രവർത്തകരാണ്. എന്നാൽ പൊന്നാടിയിട്ടതിലും അവരുണ്ട്, അതുപോലെ തടഞ്ഞതിലുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ അപ്പൊ അതുകൊണ്ട് ഇനി അവിടെ മറ്റുള്ളവർ ചെയ്തവർ അവർക്കുള്ള അനുഭവം അവർ സമൂഹത്തോട് തുറന്നു പറയുമ്പോൾ അപ്പോഴും നമുക്ക് ഇത്തരം ആളുകളെ കേൾക്കാം. അപ്പൊ ഇത്തരം ആളുകൾ ഹിന്ദു സമൂഹത്തിൽ നിന്ന്, അപ്പുറത്ത് മുസ്ലിമോ ക്രിസ്ത്യാനിയോ അല്ല കൊടുങ്ങല്ലൂരത്തെ കാര്യം പറയുന്നേ. അപ്പോൾ ഹിന്ദുക്കൾ തന്നെ പറയുന്നത് ഇവിടെ മറ്റുള്ള ഭക്തർ വരുന്നുണ്ട്, അവർക്കിത് താല്പര്യമില്ല, അതുകൊണ്ട് പൊതുസമൂഹം ഇത് പൊതു ആരാധനാ കേന്ദ്രമാണ്, അതുകൊണ്ട് ഇത് നടത്താൻ പാടില്ല, കോഴി വെട്ടേണ്ട ഒരു വീട്ടിൽ വെട്ടിക്കോട്ടെ, കൊടുങ്ങല്ലൂർ ഇത് വേണ്ട എന്ന് ഹിന്ദുക്കൾ തന്നെ പറയുമ്പോൾ അത്തരം ഹിന്ദുക്കളോട്, കാരണം ശാക്തേയം നടക്കുന്ന കാവിൽ ശാക്തേയം വേണ്ട, വൈഷ്ണവം മതി എന്ന് ഏതെങ്കിലും ഭക്തർ തന്നെ പറയുന്നു എങ്കിൽ അത്തരം ഭക്തരോട് അങ്ങേക്ക് എന്താണ് ഒരു ശാക്തേയം എന്നുള്ളത് പറയാനുള്ളത്? എനിക്ക് പറയാൻ കാര്യമുണ്ട്. നിങ്ങൾക്ക് അമ്പലത്തിൽ ചെണ്ടമുട്ടുമ്പോ പശുവിന്റെ ആടിന് തോല് വെച്ചിട്ട് ഈ മാംസമല്ലത്, മാംസത്തിന്റെ തോലല്ലേ, അത് വെച്ച് ചെണ്ടമുട്ടുമ്പോ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലേ? കടലിൽ നിന്ന് കിട്ടുന്ന ജീവിന്റെ പുറന്തോടാ ശംഖ്. ഈ ശംഖ് വെച്ചിട്ട് പൂജാരി കർമ്മം ചെയ്യുമ്പോ കുഴപ്പമൊന്നുമില്ലേ? ഓട്ടെ, സപ്തധാതുക്കൾ അധിഷ്ഠിതമാണ് മനുഷ്യന്റെ ശരീരം. ഇത് വെച്ചിട്ട് ഈ പൂജാരിക്കും കയറാൻ പാടുണ്ടോ അകത്ത്? അപ്പൊ ശുദ്ധി അശുദ്ധി നോക്കാനുണ്ട്, എല്ലാരും 7 അയലത്ത് മാറി നിൽക്കേണ്ടി വരും. ശങ്കരാചാര്യരെ ഈ പറഞ്ഞ പൊട്ടം ദൈവത്തിനടുത്ത് ചോദിച്ചൊരു കഥ ഇവിടെ ഉണ്ട്, അറിയാലോ, പറയണ്ടല്ലോ. ചണ്ടാളൻ എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ. പഞ്ചഭൂതാത്മക ശരീരമാണ് മാറിയിരിക്കേണ്ടത്, എങ്ങനെ നിറഞ്ഞിരിക്കുന്ന ആത്മാവാണ് മാറിയിരിക്കേണ്ടത് ചോദിച്ചിട്ട് നമസ്കരിച്ച ആൾക്കാര്. അതുകൊണ്ട് ഇവിടെ ശുദ്ധി അശുദ്ധി ക്ഷേത്രവൽക്കരണം അല്ലെ വൈദികവൽക്കരണ കാര്യങ്ങളൊന്നും പറയും. ഇവിടുത്തെ സാധാരണക്കാരെനിക്ക് ഇനിയും ഒന്നും കൂടി പറയാനുണ്ട്. സാധാരണക്കാരുടെ ദേവതയാണ് കാളി അല്ലെ അമ്മ. അവര് ഭഗവതിനൊക്കെ വിളിച്ച് ആരാധിക്കും. അവരെ പൂർവികന്മാരെ ആരാധിച്ചോണ്ട് അവര് വീട്ടിൽ വിളക്കത്തിച്ച് പ്രാർത്ഥിക്കും, അമ്മേ നാരായണ അല്ലെ സർവമംഗളം അല്ലെ എന്റെ ഭദ്രകാളി എന്റെ തമ്പുരാട്ടിനെ വിളിച്ച് ആരാധിക്കുന്നവരിക്കും ഈ ദേവത പ്രസാദിക്കുന്നുണ്ട്. അല്ലാണ്ട് നമ്പൂരി ആയതുകൊണ്ടല്ലേ, വേറെ എന്തെങ്കിലും ആയതുകൊണ്ട് മാത്രമല്ല ഈ ചൈതന്യം പ്രസാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ അധിഷ്ഠിത വർഗക്കാരും ഇവിടെ എല്ലാവരെയും പോലെ ശ്രേഷ്ഠന്മാര് തന്നെയാണ്. ഇവിടുത്തെ പൗരോഹിത്യ ചടങ്ങുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പോലെ ക്ഷേത്രത്തിൽ പോണ അയ്യോ വെജിറ്റേറിയൻ ആയിട്ട് പോയിട്ട് തൊഴേണ്ട കാര്യങ്ങൾ ഇതൊന്നും നിയമപ്രകാരം ഇല്ല. ഇതിൽ ശാസ്ത്രവീര്യം ഉൾക്കൊണ്ട ആരാധനയുള്ള ആൾക്കാർ 7 തലമുറയ്ക്ക് ശേഷം കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും കൃത്യമായിട്ട് കൗള സമ്പ്രദായ പ്രകാരം പഠിക്കാൻ വരുന്നുണ്ട്. അതിന്റെ ഉപാസനാ കാര്യങ്ങളിലേക്ക് അവരെത്തുന്നുണ്ട്. ഇവിടുത്തെ നിലവിലുള്ള തന്ത്രിമാരും ആചാര്യന്മാരും ജ്യോതിഷന്മാരും ഇപ്പം കൃത്യമായിട്ട് ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. കാരണം എല്ലാണ്ട് ചെയ്ത സ്ഥലത്തൊക്കെ ഇത് ഇതാണ് അനുഭവമാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്ന ആൾക്കാരൊക്കെ അനുഭവമാണ്. ആചാര്യൻ, എന്തായാലും നമ്മൾ ഈ തച്ചോളി തറവാടിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രേക്ഷകൻ പണ്ട് തച്ചോളി തീയ പാരമ്പര്യമല്ല കുറുപ്പന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അത്തരത്തിൽ തച്ചോളി കുറുപ്പന്മാരാണ്. കൂടാതെ ആ പ്രേക്ഷകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭരണിപ്പാട്ടായിട്ട് തന്നെ പാടുന്നതെന്ന്. തീർച്ചയായിട്ടും ഭരണിപ്പാട്ടായിട്ട് പാടുന്നവരുണ്ട്. എന്നാൽ അല്ലാതെ താനാരോ തന്നാരോ മാത്രം പറഞ്ഞ് സഭ്യമല്ലല്ലോ മറ്റെന്ന് തെറ്റിദ്ധരിച്ച്
നമ്മൾ അങ്ങനെ പറയില്ല, സഭ്യമല്ല എന്ന് നമ്മൾ പറയില്ല, നമ്മളെ അറിയാം. ആരാ പറയുന്നത്? അല്ലല്ലോ, തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ എന്തോ സംസ്കാരം കാണിക്കുന്നതിന് വേണ്ടി ദേവി ഇതിവൃത്തം ഐതിഹ്യം ചൊല്ലുന്ന ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ ഇതിൽ സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ ഒരു ആചാരത്തിൽ ഇപ്പൊ ഇത്തരം ആചാരങ്ങൾ ചെയ്യുമ്പോ അതില് ഇപ്പോ ചില സന്യാസിമാരോ ചില ആചാര്യന്മാരോ പറയും ഈ ശാക്തേയം മാറ്റി അവിടെ വൈഷ്ണവമാക്കാൻ പറ്റും എന്ന് പറയും. ഇത് നേരത്തെ ചോദിച്ച ചോദ്യത്തിനോട് കൂട്ടി വായിക്കണം. അപ്പൊ അങ്ങോട്ട് നമ്മൾ ചോദിച്ചൊരു ചോദ്യം, ശാക്തേയ കാവിൽ വൈഷ്ണവക്രമം കൊണ്ടുവരണം എന്ന് പറയുന്ന ഭക്തർ ഈ ശാക്തേയക്കാവിൽ പോകാതിരിക്കല്ലേ വേണ്ടത്? കാരണം ശാക്തേയം വൈഷ്ണവമാക്കുകയാണോ വേണ്ടത്, അതോ വൈഷ്ണവമായി തുടരുകയാണോ വേണ്ടത്? ആ വൈഷ്ണവമായും ശാക്തേയവുമായി പോകുന്നതല്ലേ ഹിന്ദു ധർമ്മം. അല്ലാണ്ട് നമ്മുടെ അച്ഛൻ ഒരു ആക്സിഡന്റ് പറ്റി, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ ഇറച്ചി മീനും കൂടി ചോറുന്ന ഒരാളാന്ന് കരുതുക, നമ്മൾ പച്ചക്കറിയാ. ഈ പച്ചക്കറിയാണ് നമ്മളെന്ന് കരുതി അയലോകത്ത് രാമൻ നമ്പൂതിരിപ്പാട് പച്ചക്കറിക്കാരൻ, അദ്ദേഹത്തെ അച്ഛൻ എന്ന് വിളിക്കുകയാണോ വേണ്ടത്? അപ്പൊ നമ്മുടെ അച്ഛൻ ഇഷ്ടപ്പെട്ട അച്ഛൻ കഴിച്ചോട്ടെ, എനിക്ക് കഴിക്കില്ല, അച്ഛൻ കഴിക്കാൻ ഞാൻ വാങ്ങി കൊടുക്കും, എന്റെ അച്ഛനാണ് കഴിക്കുന്നത്, എനിക്ക് വിരോധമില്ല എന്ന് ആ ഒരു രീതിയിലായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പൊ അത് ഇവിടെയാണ് ഈ സന്യാസിമാരോ ആചാര്യന്മാരോ സമ്പ്രദായം മാറ്റി വൈഷ്ണവമാക്കാം എന്നുകൊണ്ട് കാളിയെ വെള്ളയുടിപ്പിക്കുന്നതാണോ, അതോ കാളിയായി നിർത്തുന്നതാണോ? സ്വീകാര്യമല്ലാത്തതിനും മറ്റൊരു സമ്പ്രദായത്തിലേക്ക് പോകാമല്ലോ, അതിന് ദുരിതമയാൾ നേറിക്കോട്ടെ, പോകാമല്ലോ. അപ്പൊ അവിടെ നേരത്തെ പറഞ്ഞ ചോദ്യവും ഈ ശാക്തേയക്കാവിൽ മറ്റുള്ളവർ വരാതിരുന്നാ പോരെ, അവർക്കുള്ളതാണോ ശാക്തേയക്കാവ്? അവിടെ കോഴി വെട്ടുന്നത് പറ്റില്ലെങ്കിൽ അങ്ങോട്ട് ഇസ്ലാമിക പള്ളിക്ക് പോകുന്നില്ലല്ലോ, അതുപോലെ ഇവിടേക്കും വരേണ്ട. ശാക്തേയം അവർക്കുള്ള, അവർക്ക് വീരന്മാർക്കുള്ളതാണ് ശാക്തേയക്കാവ്, അല്ലാത്തവർക്ക് സാധാരണ ദിവസങ്ങളിൽ പോകാം, ശാക്തേയ കർമ്മങ്ങൾ നടക്കുമ്പോൾ പോകണ്ട എന്ന രീതിയിൽ വല്ല അഭിപ്രായം അങ്ങേക്കുണ്ടോ? ഇവർക്ക് വേണ്ടി മാറ്റുകയാണോ, അല്ലെങ്കിൽ ഇവർ ആചാര്യന്മാരോ സന്യാസിമാരായിട്ട് ഇവർക്ക് മാറ്റാൻ അധികാരമുണ്ടോ? അതാണോ തന്ത്രം പറയുന്നത്? തന്ത്രം പറയുന്നത് എന്താണോ അതിന്റെ ധ്യാന രൂപം, അതിന്റെ സ്വരൂപം, അതിന്റെ കർമ്മവിധാനം, അതിൽ പോകാനല്ലേ. അതിനെ മാറ്റാൻ നമുക്ക് എന്ത് അധികാരം എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ സന്യാസിമാരിത് മാറ്റാം എന്ന് പറയുമ്പോൾ മാറ്റാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ആചാരം മാറ്റുകയാണോ, അതോ ഭക്തന്മാരെ വഴിക്ക് വരാതിരിക്കുകയാണോ വേണ്ടത്? സന്യാസിമാർ ആദ്യം മനസ്സിലാക്കേണ്ടത്, സന്യാസി എന്ന് പറഞ്ഞാൽ ആദ്യം ഫേസ്ബുക്ക് ഈ അക്കൗണ്ട് ഒന്നും പാടില്ല. അത് ആദ്യം മനസ്സിലാക്കണം. പൊതുസദസ്സിന്റെ ഇടയിൽ എത്ര സമുദായത്തിന്റെ ഇടയിൽ എത്ര ആൾ നിറങ്ങണം, എത്ര ദിവസം ഒരു ഗ്രാമത്തിൽ നിൽക്കണം എന്നൊക്കെ ഇതിന്റെ നിയമമുണ്ട്. ഇതൊക്കെ തെറ്റിച്ചിട്ട് പണത്തിന്റെ പ്രതാപത്തിന് യൂട്യൂബ് ഫേസ്ബുക്ക് വരുമാനത്തിന് വേണ്ടി നടക്കുന്ന സന്യാസിമാരോട് എന്ത് പറയും? രണ്ടാമത് ശാക്തേയത്തിന്റെ വൈഷ്ണവത്തിന്റെ കാര്യം. ഇവിടുത്തെ ശാക്തേയന്മാരെ സംബന്ധിച്ച ശാക്തി എന്ന് പറഞ്ഞ ശക്തിയെ ആരാധിക്കുകയാണ്. ശക്തി എന്ന് പറഞ്ഞാൽ ദേവിയാണ്, ഭഗവതിയാണ്, പരാശക്തിയാണ്. ഇവിടെ ശാക്തേയന്മാരെ പൂജിക്കുന്നത് ഇപ്പൊ പീഠത്തിന്റെ 4 കാലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒന്ന് ബ്രഹ്മാവ്, ഒന്ന് വിഷ്ണു, ഒന്ന് രുദ്രൻ, ഒന്ന് ഈശ്വരന. സദാശിവനാകുന്ന പലകന്റെ മേലെ കാലിന്റെ മേലെ കാലും കയറ്റിയിട്ട് നാടകം പള്ളിവാൾ പിടിക്കുന്ന ഭഗവതിയാണ് ഇവിടുത്തെ ശാക്തേയന്മാരെ ആരാധിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള പ്രമാണം പരമശിവൻ പറഞ്ഞ പ്രമാണമുണ്ട്. കൗള സമ്പ്രദായ പ്രകാരം സർവേഭിഷ്ടോ തമോ വേദ, സകലത്തിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് വേദങ്ങൾ. വേദേഭ്യോ വൈഷ്ണവം പരം, വേദത്തിനെയും കാട്ടി ശ്രേഷ്ഠമാണ് വിഷ്ണുവിനെ ആരാധിക്കുന്നത്. വൈഷ്ണവാദുത്തമം ശൈവം, അതിനെയും കാട്ടി ആരാധന ശ്രേഷ്ഠമാണ് ശൈവം, ശിവൻ ആരാധിക്കുന്നത്. ശൈവാദുത്തമം ദക്ഷിണ, അതിനെയും കാട്ടിയാണ് ദക്ഷിണാചാരം ചെയ്യുന്നത്. ദക്ഷിണാദുത്തമം വാമം, അതിനെയും കാട്ടി ശ്രേഷ്ഠ വാമാചാരം ചെയ്യുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. വാമാദുത്തമം സിദ്ധം, ഈ അഘോരികൾ നാഗസന്യാസിമാര് അവധൂതന്മാരൊക്കെ സിദ്ധമാർഗത്തില്. സിദ്ധാന്താലുത്തമം കൗളം, അതിനെയും കാട്ടി ശ്രേഷ്ഠ കൗളം. കൗളാൽ പരതരൻ നഹി, പാർവതി കൗളാൽ പരതരൻ നഹി. കൗളത്തിന്റെ അപ്പുറം മറ്റൊന്നും ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല, ഇതിനെ കണ്ടുപിടിക്കില്ല. സാക്ഷാൽ പരമശിവൻ പറഞ്ഞതാണ്. അപ്പൊ ഇത് ഒരു തിരുത്താൻ ഒരു ജ്യോതിഷന്, ഒരു തന്ത്രിക്ക് ഒരാൾക്ക് അവകാശമില്ലേ? ഈ കൗള സമ്പ്രദായ പ്രകാരം ആരാധനാ രീതി തന്നെയാണ് ഈ ശാക്തേയ മാർഗത്തിൽ കുലാചാരികൾ ചെയ്യുന്നത്. അല്ലാണ്ട് എന്താ, അവര് മദ്യം വെക്കുന്നതിനും മാംസം വെക്കുന്നതിനും കോഴി വെട്ടുന്നതിനും മീൻ വറുത്ത് വെക്കുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള പ്രമാണമുണ്ട്. അവരെ പൂർവികന്മാരാരും മണ്ടന്മാരല്ല, നമ്മളെ പൂർവികർ ആരും മണ്ടന്മാരല്ല, ശ്രേഷ്ഠന്മാരാണ്. ഇതിനപ്പുറം വേറെ സമ്പ്രദായ ആചരണ രീതിയിൽ എന്ത് വൈഷ്ണവം വന്നില്ല. ഈ വൈഷ്ണവത്തിനെ പൊട്ടിക്കാനുള്ള പ്രമാണമാണ് പറഞ്ഞത്. ഇതിന്റെ അപ്പുറം മറ്റൊരു പ്രമാണം. ഇത് ഞാൻ പറഞ്ഞതല്ല, പരമശിവൻ പറഞ്ഞു. ആചാര്യൻ, ഇപ്പൊ നമ്മൾ ഈ ഒരു കൊടുങ്ങല്ലൂർ കാവുന്ന് ഒരു പിടി മണ്ണെടുത്തോ, അല്ലെങ്കിൽ പ്രതിഷ്ഠയമായിട്ടുള്ള വലിയ സംഭവങ്ങളോ തന്ത്രിമാരോ ഒന്നും, അല്ലെങ്കിൽ വലിയ ദൈവപ്രശ്നങ്ങളൊന്നും നടന്നിട്ടല്ല. പണ്ട് പല തറവാടുകളും നടന്നില്ല. അവിടുത്തെ കാരണവന്മാർ അവിടെ പോയി ഭരണിക്ക് പോയി മറ്റും വരുമ്പോൾ അവിടുന്ന് ഒരു പിടി മണ്ണ് വാരിക്കൊണ്ടെന്ന് അവിടെ വീട്ടിൽ വെച്ച് ആരാധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന തറവാടുകളിൽ ഈ പാരമ്പര്യമായിട്ട് ഇത്തരം ആചാരങ്ങൾ നടന്നു പോയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പല ജ്യോത്സ്യന്മാരും പ്രശ്നം എല്ലാവരെയും അല്ല നമ്മൾ അടച്ചാക്ഷേപിക്കാൻ തയ്യാറല്ല. എന്നാലും ചില ആളുകൾ ഇതിനെ വൈഷ്ണവീകരിക്കുകയും അതിപ്പോ ഈ പൂജ പഠിച്ചു വരുന്ന തന്ത്രിമാരാവട്ടെ അങ്ങനത്തെ സംവിധാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലർ വേദം പഠിച്ചുകൊണ്ട് മാറ്റുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറയുന്ന കാവുകളെ ക്ഷേത്രമാക്കുകയോ അല്ലെങ്കിൽ വൈദികവൽക്കരിക്കുകയോ ഇതും അല്ലെങ്കിൽ ശ്രീവിദ്യാവൽക്കരിക്കുകയോ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ക്ഷേത്രം കെട്ടുക മറ്റുള്ളതൊക്കെ, അപ്പോൾ ഇവന്റെ സ്വത്വത്തിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട്, സത്യം പറഞ്ഞാൽ പറയന്റെ കുടിലിരിക്കുന്ന കാളിയെ കണ്ട്
ആ കാളിയെ ആരാധിച്ച നമ്പൂരിച്ചന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ അതിനു പകരം തന്റെ കാളിയെ അടിയറ വെച്ച് സമ്പ്രദായ മാറ്റം വരുത്തുന്ന ആളുകളോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇതില് സമ്പ്രദായം മാറ്റാൻ പ്രധാനമായിട്ടും പ്രകടഭാവം കൽപ്പിച്ച ഇവിടുത്തെ ജ്യോതിഷന്മാരാണ്. ഒരു കാലവധി വരെ ഈ ജ്യോതിഷന്മാർ ഈ സമ്പ്രദായത്തിനെതിരായിരുന്നു. കാരണം ഇതിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് അംഗീകാരമുള്ളൂ. ഒരു സമയം വരെ ഇവരെ കൂട്ടായി അംഗീകാരമുള്ളൂ. ഇന്നിപ്പോ ഈ ജ്യോതിഷന്മാരൊക്കെ കൃത്യമായിട്ട് പ്രമാണം പഠിച്ച് ഈ സമ്പ്രദായത്തിന് അനുകൂലിച്ചിട്ട് കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ സ്വീകരിക്കുന്നു. കാരണം ഇതാ വേണ്ട ഇന്ന് അവരെ സത്വത്തിൽ കുതിച്ചു. കാരണം ഇവര് പോയി പ്രശ്നം വെച്ച സ്ഥലത്ത് ഇവര് പറഞ്ഞ പ്രകാരത്തിൽ വൈദികാചാരം അല്ല വൈഷ്ണവോ എന്തുണ്ടായാലും കുഴപ്പമില്ല. തമ്പുരാട്ടിന്റെ സ്വഭാവം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദുരിതേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഒരാൾ ഈ ജ്യോതിഷനെ വിളിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട്? ഒന്നുമില്ലെങ്കിൽ ഞങ്ങളെ ദേവിക്ക് ഒരു കോഴീനെ പുറത്തെങ്കിലും ഒന്ന് വെട്ടണേന്ന് ഇന്ന് ജ്യോതിഷന്മാര് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിന്റെ കാരണം ആ ജ്യോതിഷന്മാരെ തിരിച്ചു പിടിക്കാൻ ആൾക്കാരില്ല. കൗള സമ്പ്രദായ പ്രകാരം കാര്യങ്ങൾ അനുവർത്തിച്ചു വരുന്നത് കൃത്യമായിട്ട് തൃശ്ശൂർ മുതൽ അങ്ങോട്ടുള്ള ജ്യോതിഷന്മാര് ഇവിടെ നിന്ന് വടക്കോട്ട് മലബാർ മേഖലയിലുള്ള ജ്യോതിഷന്മാരൊക്കെ കൃത്യമായിട്ട് അവർക്ക് ഇന്നും തിരക്കാണേ. അവര് പോയി പറയുന്നിടത്ത് കൗളാചാരാണ് ചെയ്യേണ്ടത്, കോഴി വെട്ടിട്ട് തന്നെ ചെയ്യേണ്ടത്, അതിന്റെ പ്രമാണ സഹിതം പറയുന്ന ആൾക്കാർക്ക് ഇന്നും തിരക്ക് തന്നെയാ. മറിച്ച് ഇതിന്റെ സമ്പ്രദായം മാറ്റുന്നവർക്ക് ദുരിതം തന്നെയാണ്. ഇതിന് മക്കളില്ലാത്ത തന്ത്രിമാരില്ലേ? ഞാൻ 320 ചാത്തന്മാരെ സ്വഭാവം മാറ്റുന്ന തന്ത്രിക്ക് മക്കളുണ്ടോ? ഓട്ടെ. പിന്നെ ഞാന് കൊടുങ്ങല്ലൂർ ശ്രീവിദ്യ എന്ന് പറയുന്ന ആൾക്ക് 3 അറ്റാക്ക് കഴിഞ്ഞു. ആരെ പേരൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളെ നാളെ ചത്തു എന്ത് കുന്തമ്മല്ലാട്ടെ അതല്ല പറയുന്നത്. ഇവിടെ സമ്പ്രദായം മാറ്റിയാലും മുഖ്യ പങ്ക് കൊടുത്ത ജ്യോതിഷന്മാർക്കുണ്ട്. അത് തുറന്ന് പറഞ്ഞേ പറ്റും. അതെല്ലാവരും പറയുന്നതാണ്. ഇന്നിപ്പോ ഈ ജ്യോതിഷന്മാര് കൃത്യമായിട്ട് ഇത്തരം സമ്പ്രദായങ്ങളോട് കൂടി അനുയോജിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. കൃത്യമായിട്ട് ഒരുപാട് ജ്യോതിഷന്മാര് പ്രകാരം മുഖാന്തരത്തിൽ സമ്പ്രദായ പൂർവികമായിട്ടുള്ള ആചരണ രീതികളെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഇന്നിപ്പോ ഒക്കെ തിരിച്ചു വരിക. ജ്യോതിഷന്മാരായാലും തന്ത്രിമാരായാലും ആചാര്യന്മാരായാലും മേൽശാന്തിമാരൊക്കെ കവളം പഠിക്കുക. കാരണം ഇതാണ് ശ്രേഷ്ഠം എന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും കാര്യം അവർ മനസ്സിലാക്കി. എന്താ വെച്ചാൽ ഇതിനൊന്നും ഒരു പ്രമാണം ഇല്ല. അതിന് ഒരു ചണ്ടാളാവ് ജനിക്കേണ്ടി വന്നു ഇതിനൊക്കെ ഒരു പ്രമാണം ഉണ്ട് എന്ന് പറയാൻ. തീർച്ചയായും അങ്ങനെ നമ്മുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയാണ്, നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഇത് എടുക്കുന്നില്ല. നമ്മൾ ഓരോരുത്തർ അങ്ങയും അതുപോലെ തന്നെ അങ്ങയുടെ ഒരു പരമ്പര ഈ രാജ്യത്തിനും അകത്തും പുറത്തുമുള്ള സനാതനമായിരിക്കുന്ന ധർമ്മവ്യവസ്ഥയെ മുന്നോട്ട് വെച്ച് അതിനുവേണ്ടി എന്തിനാണോ അപജയം സംഭവിക്കുന്നത് അതിനുവേണ്ടി പോരാട്ടം നടത്തി അതിനെ പ്രചരിപ്പിച്ച മുഴുവൻ ആചാര്യന്മാരും ഈ ഒരു മേഖലയിലുണ്ട്. അവർക്കെല്ലാം വേണ്ടി അവരുടെ എല്ലാം അനുഗ്രഹം കൊണ്ടത് അങ്ങയുടെ പോലും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. അതിന്റെ ഭാഗം മാത്രമാണ് ഈ ഒരു പ്രവർത്തനം കൂടി എന്ന് പറയുന്നത്. അതിലൊപ്പം തന്നെ നമ്മൾ ചോദിക്കുകയാണ് അങ്ങയോട്, ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ശ്രീവിദ്യയാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുന്ന രീതിയിൽ അവിടുത്തെ തന്നെ അവിടെ ശരിക്കും മേൽശാന്തി അല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനം ശരിക്കും ഇല്ല. എല്ലാത്തിനും അവകാശികളാണ്. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഇപ്പോഴത്തെ പൂജാവകാശമുള്ള ആളുകൾ നിരന്തരം ഇത് ശ്രീവിദ്യയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെ സ്ഥാപിക്കാൻ, കാരണം നിരന്തരം ചെയ്താൽ കുമാരനാശൻ പറഞ്ഞ പോലെ അത് ആചാരമായിട്ട് മാറും. അപ്പോ അങ്ങനെ ഒരു പറഞ്ഞൊരു ആ പൊസിഷനിൽ ഇരിക്കുന്ന ആചാര്യത്വത്തിൽ ഇരിക്കുന്ന ഒരു ആചാര്യൻ തന്നെ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ടല്ല ഈ വിഷയം പറയുന്ന അദ്ദേഹത്തെ ആദരവോടുകൂടി. എന്നാൽ തികച്ചും തെറ്റാണെന്ന ബോധ്യം കേരളത്തിലേക്ക് കണ്ണും നട്ട് ആർക്ക് നോക്കിയാലും എവിടെയും കാണുന്ന കാളി സമ്പ്രദായത്തെ വിസ്മരിച്ചുകൊണ്ട് കാളി തന്നെ പരാശക്തി അമ്മയാണ്, അവിടെ ത്രിപുരസുന്ദരിയും അമ്മ തന്നെ, എന്തിനു പിന്നെ ഈ മാറ്റം വരുത്തണം? അപ്പൊ എന്ത് ഉദ്ദേശത്തിൽ എന്താണ് അദ്ദേഹം അല്ലെ അത്തരം ആളുകൾ എന്താണ് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഒന്ന് അങ്ങേക്കും എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ പറയും. കൊച്ചിയിലേക്ക് ആൾക്കാരെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഓഫീസുണ്ട് ഇവിടെ കൊടുങ്ങല്ലൂര്, ശ്രീവിദ്യാ മഠം എന്ന് പറഞ്ഞ. മനസ്സിലായില്ലേ? കുലാചാരം കാണിച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്താരും പോകില്ല. സ്വന്തം അപ്പനപ്പൂപ്പന്മാരെ പാരമ്പര്യ പ്രകാരം നോക്കിയാൽ താളിയോലകളും കാര്യങ്ങളും അല്ലെങ്കിൽ അതാത് സമുദായ പ്രകാരമുള്ള ഗുരുക്കന്മാരുണ്ട്, അവരിലേക്ക് എത്തും. അപ്പൊ ശ്രീവിദ്യ എന്തോ ശ്രേഷ്ഠം എന്ന് കാട്ടിയാൽ ഇവരിലേക്ക് ആൾക്കാർ എത്തും. അതുകൊണ്ട് മാത്രം ഇവര് ശ്രീവിദ്യാ മഠയില് ശ്രീവിദ്യയാണ് ശ്രേഷ്ഠം എന്നൊക്കെ കാണിക്കാറ്. ഇവര് നേരിട്ട് ആ തൃശ്ശിയിൽ പോയിട്ട് അവിടുന്ന് മന്ത്രോപദേശം കാര്യങ്ങൾ കൊടുത്ത് പിന്നെ ഇവര് ഇവിടെ പഠിപ്പിക്കുക. ഇതൊന്നും ഇവിടെ ഇല്ല. ഇവിടുത്തെ ദൈവം അത് ഞാൻ പറഞ്ഞിരുന്നു. കരിപ്പുപടി കുടിച്ചിട്ടില്ല ഇവിടുത്തെ നർത്തകന്മാര് തുള്ളുന്നത്, നാന്തകം പള്ളിപാട് കുടിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ സമ്പ്രദായത്തിന് അനുകൂലിക്കുന്ന ആൾക്കാർ ഇന്ന് ഏറെയുണ്ട്. എല്ലാവരും ഒരു വലിയൊരു കൂട്ടായ്മ തന്നെ ഇന്നുണ്ട്. ഇത്തരം കപടന്മാരെ നമ്മള് തിരുത്തിയേ പറ്റൂ. ഇവരെ പ്രമാണ സഹിതം ഇവരടുത്ത് സമ്മതിക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മളിതിന്റെ തന്ത്രശാസ്ത്രം മുഴുവൻ പഠിച്ച ആൾക്കാരൊന്നല്ല. എല്ലാവർക്കും കോരിയെടുക്കാം. കടലോളുണ്ട് ഒരു കൈക്കുമ്പിള്ളി. അതിൻ്റെ അകത്ത് നമ്മൾ കൃത്യമായിട്ട് സമ്മതിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇവര് സമ്മതിക്കാൻ തയ്യാറുള്ള കാര്യം ഇവർക്ക് തന്നെ അറിയാം ഇവരെന്താ ചെയ്യുന്നത്. ഇവരെ വീട്ടിൽ ഇവരെ ഇല്ലത്തൊക്കെ കൃത്യമായിട്ട് മദ്യമാംസാദികൾ വെച്ച് ശാക്തേ പൂജ ഒക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠം. ഇവർ ഉപാസിക്കുന്നുണ്ട് കൃത്യമായിട്ട് കാളിയാണ്. പുറത്ത് പറയുന്നത് എന്താ? ശ്രീവിദ്യയാണ്, മറ്റേ ശ്രീവിദ്യാ സമ്പ്രദായ പ്രകാരമുള്ള
പൂജയാണ് ഇവിടെ ശക്തി പകരുന്നത്. കാളീന്റെ മുന്നിൽ നിന്ന് ദയവ് ചെയ്ത് മണ്ടത്തരം പറയരുത്. പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂര് ശ്രീകുറുമ്പ കാവാണ്, കൊടിമാരില്ലാത്ത കാവാണ് കൊടുങ്ങല്ലൂര്. അവിടെ ശ്രീവിദ്യയിലും ഒന്നുമല്ല. ഒരു കാര്യം കൂടി പറയട്ടെ, മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈദന, പഞ്ചമകാരങ്ങൾ, മദ്യം വെച്ചും കള്ള് വെച്ചും തവിട് വെച്ചും തരിപ്പണം വെച്ചും തേങ്ങാപ്പൂള് ചകരിയിട്ടും നമ്മളെ അപ്പനപ്പൂപ്പന്മാര് തീ കത്തിച്ച് ഒരു പൂജ ചെയ്യാണ്ട് പ്രാർത്ഥിച്ചു വന്ന സ്ഥലത്തും ചൈതന്യം ഉണ്ട്. അതിന് അങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കൃത്യമായിട്ടുള്ള പ്രമാണങ്ങളുണ്ട്. നിങ്ങൾ ശംഖു ഉപയോഗിച്ച് തന്നെ പൂജ ചെയ്യണമെന്നില്ലേ? സാധാരണക്കാരായുള്ള ആൾക്കാർ ശംഖു ഉപയോഗിച്ച് പൂജ ചെയ്യണമെന്ന് ഒരു നിയമവും ഇല്ല. ശംഖു ഉപയോഗിക്കാണ്ട് പൂജ ചെയ്ത അത്രയും ദേവതമാർ ഏറ്റെടുക്കും. നമ്മളൊക്കെ നിവേദ്യമൊക്കെ വെച്ച് ലേശം ഒരു വെള്ളം ഒഴിച്ച് മദ്യവും കള്ളും ഇതൊക്കെ വെച്ച് കുറച്ച് തവിടും തരിപ്പണവും നടക്കും തിരിയും ഒക്കെ കത്തിച്ച് വെച്ച് ഒരു കൂട്ടപ്രാർത്ഥന നടത്തി ഒരു ബന്ധവും കത്തിച്ച് അരി ചാർത്തിയിട്ടുണ്ട്. അതുമാതിരി ആ കാര്യം നടത്തുന്ന കാര്യം ഇവിടുത്തെ ഒരു തന്ത്രിമാർക്ക് നടത്താൻ പറ്റൂല. അവര് ഒരു പ്രാർത്ഥനക്കാരുമായിട്ടുണ്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവരെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് കാര്യം നടക്കും. ഇവിടെ പൂജ ചെയ്ത് 3 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം നടക്കുകയില്ല. അത് തെളിയിച്ചു കൊടുത്ത ആൾക്കാരെ നമ്മളെ പൂർവികന്മാര്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അവനവന്റെ പാരമ്പര്യം, അവനവന്റെ പൂർവികന്മാര് അവനവന്റെ പാരമ്പര്യ പ്രകാരം നിവേദ്യവും കാര്യങ്ങളും ദേവതയ്ക്ക് കൊടുത്ത് കൃത്യമായിട്ട് അതിന്റെ ആ വീരത്വത്തിനെ ആർജിച്ചു കഴിഞ്ഞാൽ, അതിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്കും എല്ലാ രീതിയിലും ഭൗതികപരമായിട്ട് ആധ്യാത്മികപരമായിട്ട് ഉന്നതി ഉണ്ടാവും. അതാണ് യോഗാത്മകം കവളെന്ന് പറയുന്നത്. അതുകൊണ്ട് അവനവന്റെ പാരമ്പര്യം എന്താണ്, സമ്പ്രദായം എന്താണ്, പൂർവികരെന്താണ് ചെയ്തത് അതിനനുസരിച്ച് ചെയ്യണം. ഒരാളടുത്തൊന്നും പുറത്തു പോയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. സ്വന്തം കുലാചാരം എന്താണ്, സമുദായ ആചാരം, തറവാട്ടിൽ എന്താണ് ചെയ്തത് അത് മാത്രം അത് അന്വേഷിക്കുക. സ്വന്തം തറവാട്ടത്തെ ദേവത ആരാണോ അതിനെ ഉപാസിക്കുക. അതിനെ സംസ്കൃത മന്ത്രം ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഒരാളും കൈകാര്യം ചെയ്തു. കാളി, ഭദ്രകാളിയുടെ കാളി, കാളി, മായാകാളി, കരാളി, പല മന്ത്രങ്ങളുണ്ട്. ഇതേപോലെ മലയാള ഭാഷ മന്ത്രങ്ങളുണ്ട്. എന്റെ ഫലം വശമായിരിക്കും അല്ലെ സ്വാമി സ്വാമ. ഇത്തരം മലയാള ഭാഷാ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കേരളത്തിൽ നാടൻ സമ്പ്രദായം ഉണ്ടായിട്ടുള്ളൂ. ഈ ശംഖൊന്നും വെച്ചിട്ടുള്ള ഒരു പൂജാ സമ്പ്രദായം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ മാറ്റി ഇനി മാറ്റാനില്ല. ക്ഷേത്രത്തിലാണെങ്കിലോ ക്ഷേത്രതന്ത്രവും വൈദികവും മിക്സ് ആയിട്ടില്ല ഇന്ന് കേരളത്തിൽ അങ്ങോളം പൂജാ സമ്പ്രദായം നടക്കുക. അവർക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരം സമ്പ്രദായങ്ങൾ വെച്ച് ചെയ്യുന്ന നമ്മൾ മാത്രമല്ല, അവര് മാത്രം ശ്രേഷ്ഠ എന്നുള്ള സമ്പ്രദായം ഇല്ല. ആർക്ക് അനുഭവം കൊടുക്കാൻ പറ്റും? ജപിച്ചിട്ട് ഇതൊന്നും ചെയ്യാണ്ട് നീ പോയിക്കോ കാര്യം നടത്തുന്ന പറഞ്ഞ് ഇന്നും അനുഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. മന്ത്രസിദ്ധിസ്തു കേരള എന്ന പ്രമാണം. കേരളത്തിൽ നിരവധി മന്ത്രസിദ്ധന്മാരുണ്ട്. ഇവരെ ഒരു ഭസ്മവും ഇല്ല, നീ പോയിക്കോ ശരിയാവെന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ട് വിടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരാണ് ശ്രേഷ്ഠം. അല്ലെങ്കിൽ നമ്മളടുത്ത് 50,000 പൂജയായിട്ട് ഒരു കാര്യം നടത്താത്ത പൂജാരിമാരാണ് ശ്രേഷ്ഠം ഇവിടെ. അപ്പൊ സ്വധർമ്മം നിധനം ശ്രീയം പരധർമ്മവും. ആചാര്യൻ, ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ കാളിയാണ്, കാളി സമ്പ്രദായമാണ്, അത് തന്നെയാണ് തറവാടുകളിലൊക്കെ നിലനിന്നു പോകുന്നത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അവിടെ ഇപ്പൊ തുടർച്ചയായിട്ട് അമ്മയുടെ മുന്നിൽ തുടർച്ചയായി ഇവിടെ ചണ്ഡികായാഗം അല്ലെങ്കിൽ ശ്രീവിദ്യായാഗം പോലെയുള്ള സൽക്കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. നല്ലത്. അമ്മയുടെ പേരും അമ്മയുടെ നാളും അമ്മയുടെ സ്തുതികളും ഒക്കെ ഉള്ളത് നല്ലത് തന്നെ. എന്നിരുന്നാൽ പോലും അവിടുത്തെ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കാളിയാഗമോ കാളികായാഗമോ അത്തരത്തിലുള്ള കാളി സമ്പ്രദായപരമായിട്ടുള്ള കാര്യങ്ങളോ ഇത്രയും പ്രാധാന്യത്തോടു കൂടി ചെയ്യാൻ അവിടെയുള്ള ആളുകൾക്ക്, പൗരോഹിത്യം വഹിക്കുന്ന ആളുകൾക്ക് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ കൊടുങ്ങല്ലൂരുടെ അമ്മയുടെ തിരുമുറ്റം തന്നെ ദേവസ്വം ബോർഡ് പല കാര്യത്തിനും പല ആളുകൾക്കും വിട്ടുകൊടുക്കുന്നുണ്ട് ദേവസ്വം ഭൂമികൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൊടുങ്ങല്ലൂരുടെ നമ്മുടെ തിരുമുറ്റത്തെ ഒരു മഹാകാളിയാഗം അത് ഗുപ്തമാക്കേണ്ടതിന് ഗുപ്തമാക്കിക്കൊണ്ട് ചെയ്യുന്നതിന് നമുക്ക് വിരോധമില്ല. എന്നിരുന്നാൽ പോലും ആചരണങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ഒരു കാളിയാഗം, അവിടുത്തെ കോമരങ്ങളും അതുപോലെ ശാക്തേയ ഭക്തരും ശാക്തേയ സാധകന്മാരും ആചാര്യന്മാരും മുന്നിട്ടുകൊണ്ട് അത്തരത്തിലൊരു കാര്യം ചെയ്തുകൊണ്ട് വേണ്ടേ ഇത്തരം ശ്രീവിദ്യാവൽക്കരണത്തിനും ശ്രീവിദ്യ അദ്ദേഹത്തിന്റെ സ്വയം പേഴ്സണൽ അല്ലെങ്കിൽ ഇത്തരം പറയുന്ന ആളുടെ പേഴ്സണൽ ഉപാസന ആകട്ടെ, അത് ഒരു ദേശത്തിന്റെ ഒരു നാടിന്റെ, നമ്മളെ പണ്ട് കാലത്ത് പറയുകയാണെങ്കിൽ രാജ്യമാണ് സംസ്ഥാനം. അപ്പോ അങ്ങനെയുള്ള ഈ നാടിന്റെ തുടിപ്പാകുന്ന ആ സ്ഥലത്ത് അതിനെ ആരോപിച്ചുണ്ടാക്കുമ്പോൾ അതിനൊരു മറുപടി കൊടുക്കാൻ സാധകർ, ആചാര്യന്മാർ, കോമരങ്ങൾ ഈ വിധം സംവിധാനത്തിൽ ഒരു കാളിയാഗ സങ്കല്പത്തിൽ അവിടെ ഇത്രയും കാലം ശ്രീവിദ്യാമന്ത്രം കൊണ്ട് എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിനൊരു ബദൽ അല്ലെങ്കിൽ അതിനൊരു പരിഹാരാർത്ഥമെങ്കിലും അത്തരത്തിലൊരു കാര്യം ചെയ്യാൻ വേണ്ടി സാധകന്മാർ, ആചാര്യന്മാർ, ഗുരുക്കന്മാര്, കോമരങ്ങളൊക്കെ രംഗത്തേക്ക് വരേണ്ടതില്ലേ? അത് ആവശ്യമല്ല. അതല്ലേ അവിടെ വേണ്ടത്? അതോ ഈ ശ്രീവിദ്യായാഗമാണോ അവിടെ വേണ്ടത്? അത് നടക്കട്ടെ, അമ്മയുടെ പേരിൽ എന്തും നടന്നോട്ടെ. എന്നാൽ അതിനാണോ പ്രാധാന്യം, അതോ ഇത്തരം കാര്യങ്ങൾക്കാണോ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇവര് ചെയ്യുന്നുണ്ടല്ലോ ശ്രീവിദ്യായാഗം, ചണ്ഡികാ ഹോമം, ശ്രീചക്ര പൂജ, ശ്രീചക്ര നവാവരണ പൂജ. സത്യം പറഞ്ഞാലേ ഭഗവതി ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക.
സ്വന്തം ശ്രീരംഗത്ത് കയറുന്ന ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഞാനാരാന്ന്. ഞാൻ നാന്തകം പള്ളിവാള് പിടിച്ച ആളാണ്. എന്റെ കയ്യിൽ കരിമ്പും വടിയല്ലേ ഉള്ളത്, ആണോ? എന്റെ കയ്യിൽ എന്താണുള്ളത്? ആയുധം. പച്ചമലയാളം ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവും. എന്റെ കയ്യിൽ ദാരികനെ അറുത്ത തലയാണുള്ളത്, കവാലപാത്രമാണുള്ളത്. ഈ കവാലപാത്രത്തിന്റെ ദാരികന്റെ ഇറ്റിറ്റ് വീഴുന്ന ചോര കുടിക്കുന്ന ആളാണ് ഞാൻ. നാന്തക പള്ളിവാളും പിടിച്ച് നിന്റെയും എന്റെയും അസുരന്മാരെ നിഗ്രഹിക്കാൻ അവതാരം എടുത്തതാണ് ഞാൻ, അല്ലേ? ഈ അവതാരം എടുത്ത് എനിക്ക് പാൽപായസവും നിങ്ങളെ ശ്രീചക്ര പൂജയും ശ്രീചക്ര വിധാനത്തിനൊക്കെ കർമ്മം ചെയ്യുകയല്ല, ചണ്ഡികാവും ഇതിനൊക്കെ വിധിയും കാര്യങ്ങളും. ഇവരെ കാര്യം ഇവിടെ എന്തുകൊണ്ട് ഇവർക്ക് നടക്കുന്നില്ല? ഇവര് വേണ്ടുന്ന കാര്യം ചെയ്യാത്തോണ്ടാ കർണാടകയിലുള്ള മൂകാംബികൾ അധികമായി ഇന്ന് കേരളത്തിൽ വന്നിട്ട് കളിക്കുന്നത്, അല്ലാണ്ട് വേറൊന്നുമില്ല. കേരളത്തിൽ വന്നിട്ട് ചണ്ഡിക ഇന്ന് ചെയ്യാത്ത ക്ഷേത്രമില്ല മൂകാംബിക തടിമാര്. എന്തുകൊണ്ട് കൊടുങ്ങല്ലൂർക്കാവിലെ ആൾക്കാർക്ക് ഇത് നടക്കുന്നില്ല? സ്വന്തം സത്വ ഗുണം അല്ലെ രജോ ഗുണം തമോ ഗുണപ്രകാരം ആരാധനാമൂർത്തിനെ സേവിക്കുന്നത് കൃത്യമായിട്ട് ചെയ്യാത്തോണ്ടാ. ഇപ്പൊ നമുക്കറിയാം 4 ഇല്ലങ്ങളുണ്ട്, അതിലൊരില്ലിപ്പൊ ഇല്ല, 3 ഇല്ലങ്ങൾക്കും എന്താ അവസ്ഥ എന്നൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇവരൊക്കെ പോട്ടെ, എന്തായാലും നമുക്കൊന്നും നടക്കാത്ത കാര്യം ഇവർക്ക് നടക്കണ്ടേ? ഇവരൊന്നുമില്ല. ശ്രീകോവില് വാതിൽ കട്ടള കഴിഞ്ഞ് അതിന്റെ പോയിട്ട് പൂജിക്കാനുള്ള പുണ്യെടുത്ത ജന്മങ്ങളാണ്. അത് നമുക്ക് പറയാണ്ട് രക്ഷയില്ല. കാരണം ഇനിയുള്ള ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ തന്നെ ഒരു കാവിലെ പുൽക്കൊടിയായിട്ടെങ്കിലും ജനിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ. ആ തമ്പുരാട്ടിൽ ഇന്നും മറിഞ്ഞ ആൾക്കാരില്ല. പക്ഷേ നമ്മൾ ഇതിനെ കൃത്യമായിട്ട് ഉപാസിച്ചിട്ട് തൊട്ടറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ദേവതക്ക് കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റും. ജപ ഇല്ലാത്ത ആൾക്ക് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവും. രണ്ടാമത്തെ ഒരു കാര്യം, ബാക്കിയുള്ള സമ്പ്രദായങ്ങളിൽ എന്തൊക്കെയാണ് വിരോധം പാടില്ലാത്തത് അതൊക്കെ കൗള സമ്പ്രദായത്തിൽ സ്വീകാര്യമാണ്. ഇതിനെ ഏറ്റെടുക്കാനുള്ള അനുഭവം അല്ലെ അന്ധക്കരണം അല്ലെ ആത്മശക്തി വീരാരാധന വേണമെങ്കിൽ പൗളികനായിട്ട് തന്നെ പിറക്കണം. അല്ലെങ്കിൽ ബാക്കിയുള്ള ഗുണങ്ങളിൽ നിന്ന് വീരത്വം ജനിക്കണം. ഇത് ജനിക്കാത്തിടത്തോളം കാലം ഒരുത്തനും ഇതിലേക്ക് എത്തുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം മറ്റേത് മാത്രം ശ്രേഷ്ഠം, ഏറ്റവും താണത്. അപ്പൊ ദേവിനെ സംബന്ധിച്ചിടത്തോളം ദേവി കൗളമാ സേവിത തന്നെയാണ്. അപ്പൊ അവരെന്താ ചെയ്യാ? അവര് ബാക്കിയുള്ള കാര്യങ്ങൾ പൊതുസമ്പത്ത് അയ്യോ ഇതൊന്നും പാടില്ല, ഞാൻ പച്ചക്കറി കൂട്ടി ജീവിക്കും. ഇത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല അടികളെ, ഒരു കാര്യമില്ല. നമ്മൾ ആരെയും പേരൊന്നും പറയുന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ സ്മരിക്കേണ്ട ഒരു ഒരു സ്ഥാനമാണ് നമ്മുടെ പുലപ്പാടം. അവിടെ സ്വാമിജി, പുലപ്പാടത്തെ ആചാരക്രമം നിലനിൽക്കും കാലം കൊടുങ്ങല്ലൂരിനെ തേടിപ്പോകുന്നവർക്ക് അവിടുത്തെ യഥാർത്ഥ ആചാരം എന്തെന്നറിയാൻ ഒരു ശേഷിപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ കേരളത്തിലെ ഓരോ തറവാടുകളിലും ഇത് നശിക്കാത്ത തറവാടുകളും ഇതിനൊരു ഉദാഹരണം തന്നെയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ കേവലം എന്തെങ്കിലും ആരെങ്കിലും പറയുകയല്ല. ഒരു കാര്യം എന്താ അറിയാം, ഈ പുലപ്പാടത്ത് പറഞ്ഞുകൊണ്ടായി കൃത്യമായിട്ട് ആ ഒരു തറവാട്ടുകാരായിട്ട് ബന്ധപ്പെട്ട് ചെയ്തപ്പോ അവര് കരയുക. എന്തുകൊണ്ടാ? ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെടുക. അവർ ഇന്നും 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 അവര് ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെടുക. എന്തുകൊണ്ട് അവർക്ക് സംഭവിക്കുന്നു? പൊലക്കാവ് എവിടെ, കൊടുങ്ങല്ലൂർ മൂലസ്ഥാനം എവിടെയാന്ന് ചോദിച്ചാൽ അമ്പലത്തിൽ ഒരാളും പറയുന്നില്ല. ഇവിടെ അറിയില്ല, ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്താന്ന് അറിയില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടത് പറയുന്നില്ല? അത് സ്വാമിജി, ഇന്ന് നമ്മൾ അവിടുന്ന് ആളുകളെ ക്ഷണിച്ചതാണ്. അവരൊക്കെ അപ്പോൾ നമ്മൾ ഈ പറയുന്നില്ല എന്നുള്ളവരെ കുറ്റം പറഞ്ഞപ്പുറം അവനവന്റെ കാര്യം അവനവൻ പുറത്തു പറയാൻ ഒരു ആർജവം കൂടി കാണിക്കുമ്പോഴാണ് ഒരാൾ പൂർണ്ണ ശാക്തേയനോ കൗളനോ. അത് കുറ്റം, അവരെ കുറ്റമല്ല, അങ്ങനെ സാധ്യമാവണം. കാരണം നമ്മളെ അറിയില്ലെങ്കിൽ നമ്മളെ ഇറങ്ങിയപ്പോഴാണ് ഞാനാണ് ഇന്നാളെന്ന് പറയണം. അപ്പൊ അതിന് നമ്മൾ ഈ അങ്ങയുടെ ഒപ്പം തന്നെ ഇരിക്കാൻ വേണ്ടി ക്ഷണിച്ച കൊമരങ്ങളെ അവിടെ നിന്ന് ക്ഷണിച്ചു. തിരക്ക് കൊണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇത്തരം സന്ദർഭങ്ങൾ, ഇത്തരം അവസരങ്ങളിലും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും മുലപ്പാടത്തെ പുരോഹിതനെ വിളിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ ആചാരങ്ങൾ ചോദിക്കുകയും സമൂഹത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്യും. അറിയുന്നവർക്ക് അറിയട്ടെ, അറിയാത്തവർക്ക്. അതുകൊണ്ട് സ്വയമേവ അവരുടെ പാരമ്പര്യ മഹത്വം അറിയാത്തവരുടെ മുന്നിൽ ക്ഷേത്രക്കാരല്ല ഇവരെ മുന്നോട്ട് കാണിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരുമാണ്. ഒപ്പം അവരും തന്നെ നമുക്കൊപ്പം സഞ്ചരിച്ച് കാണിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് അങ്ങ് പറഞ്ഞത് ശരിയാണ്. ജാതീയമായിട്ട് അടിച്ചമർത്തുണ്ടോ വെച്ചാൽ നമുക്ക് കൃത്യമായ അഭിപ്രായമുണ്ട്. കാരണം നമ്മൾ തുറന്നു പറയുകയും ചെയ്യും. ഇവിടെ പല ക്ഷേത്രങ്ങളുടെയും തന്ത്രിമാരെയും പുരോഹിതന്മാരെയും ഒക്കെ പ്രത്യേകിച്ച് ജാതി ബ്രാഹ്മണ്യം പിൻപറ്റുന്ന ആളുകളെയൊക്കെ മുൻപന്തിയിൽ നിർത്തി ഭദ്രദീപം തെളിയിക്കുകയും അല്ലെങ്കിൽ ആനയിക്കുകയും ചെയ്യുമ്പോൾ പുലപ്പാടത്തെ നമ്മുടെ മക്കളെ ഒരിക്കലും ആരും ആ രീതിയിൽ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് എവിടെങ്കിലും ചെറിയതുണ്ടോ എന്നുള്ളതല്ല, മുഖ്യധാര പ്രധാന വേദിയിൽ ഇരുത്തിയിട്ടില്ല. ജയദാസ് നാരായണ നമ്പൂതിരിപ്പാടിന്റെ ഒപ്പമോ അല്ലെങ്കിൽ ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ ഒപ്പമോ അല്ലെ അടികളുടെ ഒപ്പമോ ഒന്നും തന്നെ, അല്ലെങ്കിൽ ശബരിമല മുൻമേൽശാന്തി എന്ന് പറയുന്നതിനൊപ്പം ഒന്നും തന്നെ നമ്മുടെ മക്കളെ നിർത്തുന്നില്ല. കാരണം അവർ കൗളാചാരം പിൻപറ്റുന്ന
നമ്മുടെ ജനതയിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെയല്ലേ എന്നൊരു ചോദ്യം നമുക്കുണ്ട്. പക്ഷേ ഇവിടെ ചർച്ചാ വിഷയം അത് അല്ലാത്തത് കൊണ്ട് കൂടുതൽ ഊന്നുന്നില്ല. എന്നിരുന്നാലും പ്രേക്ഷകരൊന്ന് ചിന്തിക്കുക, എന്താണ് മാനദണ്ഡം പൗരോഹിത്യത്തെ അല്ലെങ്കിൽ ആചാര്യന്മാരെ വിലയിരുത്തുമ്പോൾ എന്താണ് മാനദണ്ഡം? മാനദണ്ഡം പാരമ്പര്യ മഹത്വമാണെങ്കിൽ ആ പാരമ്പര്യ മഹത്വം വൈദികന്മാർക്കുമുണ്ട്, ഒപ്പം ഇത്തരത്തിൽ തന്ത്രപാരമ്പര്യമുള്ള ആദിമർക്കുമുണ്ട്. അത് പുലപ്പാടത്തിൽ ശിക്ഷ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നമുക്കാവില്ല. ഇത് അവസാനിപ്പിക്കുമ്പോൾ അങ്ങോട്ട് ചോദിക്കട്ടെ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കുലാചാരം പിൻപറ്റുന്ന ഓരോരുത്തരോടും പലരും കരുതും നമ്മളെന്തോ കുറ്റം പറയുന്നത്. ഒരിക്കലും കുറ്റമല്ല. തന്ത്ര സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ അറിയാത്തവർക്ക് കുറ്റം തോന്നും. സമ്പ്രദായ ഭേദം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമിലെ വിഗ്രഹാരാധന ശിർക്ക് എന്ന് പറഞ്ഞ പോലെയാണ്. പ്രേക്ഷകരോടാണ്, തന്ത്രത്തിന്റെ വിധാനം മാറ്റുക എന്ന് പറഞ്ഞാൽ അത് തന്ത്രവിരുദ്ധമായ കാര്യമാണ്. അതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ കുറ്റം പറയുന്നു എന്ന് തോന്നുന്നത് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. കുറ്റമാകേണ്ടത് എപ്പോഴും ആ സമ്പ്രദായം മാറ്റുന്നവർ ചെയ്യുന്നതാണ് കുറ്റം എന്ന് മനസ്സിലാക്കാൻ പ്രേക്ഷകർ, ചില അറിയില്ലാത്ത പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് നമ്മൾ തനത് സമ്പ്രദായത്തിൽ പോകണം. അതാണ് ഹിന്ദുക്കളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ കാര്യം. സമ്പ്രദായം മാറ്റം വരുത്തിയാൽ ഇനിയും നമുക്ക് നാശം തന്നെയാണ്. അതുകൊണ്ടാണ് നേരത്തെ ഈ ആചാര്യൻ മതത്തിന്റെ പേര് പറഞ്ഞില്ല, എന്നാലും ഇസ്ലാമിക മതത്തിന്റെ ആരാധനയ്ക്ക് പ്രാധാന്യം വെള്ളിയാഴ്ചയാണ്, ശുക്രസംബന്ധിയായ ദിവസമാണ്. അന്ന് വെള്ളയുടുക്കുന്നു, ശുക്രന്റെ നിറം വെള്ളയാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്കാണ് പ്രാർത്ഥന. തട്ടുച്ച നേരത്ത് ഉച്ചവെയിലിൽ ആ വെള്ള നിറത്തിൽ അവർ പോയി പ്രാർത്ഥിക്കുന്നു. അവർ ശക്തിയെ കൗള പാരമ്പര്യത്തിൽ ആരാധിക്കുന്നു. അവർ ചന്ദ്രക്കലയെ വെക്കുന്നത് തന്നെ ചന്ദ്രക്കലയും നക്ഷത്രയും. അത് അവരറിഞ്ഞോ അറിയാതെയോ തന്ത്ര സംവിധാനത്തിൽ ഇത് ഭുവനേശ്വരുടെ ബീജം ക്രീം എന്ന് എഴുതുന്നതിന് പകരം ഇത് എഴുതിയാൽ താന്ത്രികൻ അറിയാമത് ഹ്രീങ്കാരമാണെന്നും അത് ഭുവനേശ്വരി ബീജമാണെന്നും പച്ച പ്രകൃതിയുടെ വർണ്ണമാണ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവർ ചെയ്യുന്നത് ശുദ്ധതന്ത്രമാണെന്നും അതുകൊണ്ട് നാൾക്കാൾ അവർ വളർന്നു വരുന്നു എന്നും നമ്മുടെ അമ്മ പെങ്ങന്മാരും അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള ആളുകളും അവരുടെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നു എന്നും മതത്തിന്റെ പേര് പറയാതെ ഈ ആചാര്യൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ആ പാരമ്പര്യത്തെ നാം നെഞ്ചോട് ചേർത്ത് ഭൂരിപക്ഷ ഹിന്ദുവിന്റെ സമ്പ്രദായത്തെ മനസ്സിലാക്കി അതിനെ മാറ്റിമറിക്കണമെങ്കിൽ മറ്റു സമ്പ്രദായങ്ങളിലേക്ക് ആ വ്യക്തിക്ക് പോകാം. പക്ഷെ ആ കുടുംബത്തെ ഒരിക്കലും നശിപ്പിക്കരുത്, കുടുംബത്തിന്റെ ആചാരം നശിപ്പിക്കരുത്. അതിനെ കൊണ്ട് പറഞ്ഞതാണ്, ഒരിക്കലും കുറ്റം പറച്ചിലല്ല. ആ രീതിയിൽ കാണുന്നു എങ്കിൽ നാം ചിന്തിക്കുന്നവർ സ്വയം മാറണം. കാരണം ഹിന്ദുവിന്റെ രക്ഷ, ഹിന്ദുവിന്റെ ഐക്യം, ഹിന്ദുവിന്റെ മുന്നേറ്റമാണ് ഉദ്ദേശമെങ്കിൽ നമ്മുടെ ചിന്ത മാറ്റി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒപ്പം തന്നെ ആചാര്യനോട് ചോദിക്കാനുള്ള എന്താണ് അവസാനം ഇത് ഉപസംഹരിക്കുമ്പോൾ അങ്ങേക്ക് ഈ കുലാചാരം പിൻപറ്റുന്ന ഓരോരുത്തരോടും കൊടുങ്ങല്ലൂർ ഭക്ത സമൂഹത്തോടും അല്ലെങ്കിൽ ഈ ആചാരമാറ്റം വരുത്താൻ ശ്രമിക്കുന്നവരോടൊക്കെ പാടായിട്ട് ആകെ മൊത്തം അങ്ങേക്ക് എന്താണ് അവസാനമായിട്ടൊന്ന് കൂട്ടിച്ചേർക്കാനുള്ള വെച്ചാൽ അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഉപസംഹരിക്കാം. കൊടുങ്ങല്ലൂര് പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് കോമരങ്ങളെ പേരിൽ തന്നെയാണ്. ഈ കോമരങ്ങളോടാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. കോമരം നിങ്ങള് ദേവിനെ കയറി പിടിച്ചതല്ല, ദേവി നിങ്ങളെ പിടിച്ചതാണ്. നിങ്ങൾ ഈ ശരീരത്തിലും ആത്മാവിലും ഈ ദേവത കുടിയേറി പാർക്കണമെങ്കിൽ അത്രയും കഴിഞ്ഞ ജന്മങ്ങളിൽ പുണ്യങ്ങൾ ചെയ്ത ആൾക്കാരാണ്. 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ട് ജീവിച്ചിട്ട് അപൂർവമായിട്ട് കിട്ടുന്ന ജന്മമാണ് മനുഷ്യജന്മം. ഈ മനുഷ്യജന്മത്തിൽ ദേവീ ചൈതന്യം നമ്മളിലേക്ക് ആവേശിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളെ അപ്പുറം പുണ്യാത്മാക്കളായിട്ടുള്ള ആൾക്കാർ വേറെയില്ല. നിങ്ങളൊക്കെ ഉപാസിക്കണം, അല്ലെ തന്ത്രി ആവണമെങ്കിലും പൂജ ചെയ്യണം, ഞങ്ങൾ കർമ്മം ആർജിക്കണം. നിങ്ങളിൽ ഇത് വന്നു ചേർന്നതാണ്. അപ്പൊ ഈ ദേവതനെ കൃത്യമായിട്ട് നിങ്ങൾ അതിന്റെ ഇഷ്ടാനുസരണം പൂജിച്ചിട്ടുണ്ടായി. ഓരോ നർത്തകന്മാരും ഇവിടെ അറിയപ്പെടും. അങ്ങനെ ചൈതന്യവത്തായ നർത്തകന്മാരുണ്ടായ ഒരു കാവും തറവാടൊക്കെയാണ് നിങ്ങൾ ജനിച്ചത്. മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മളെ പൂർവികന്മാര് ഇടിവെട്ടി മഴ പെയ്ക്കുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മാനം തെളിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഈ പറഞ്ഞ കറുത്ത വാവിനെ ദേവീന്റെ മൂപ്പത്തി കാട്ടിയിട്ട് വെളിച്ചം വെളിച്ചാണ് നമ്പൂരച്ഛൻ എന്ന് പറഞ്ഞത്. ഈ നമ്പൂരച്ഛൻ ആര് ഉപാസിച്ചത്, എങ്ങനെ ഉപാസിച്ചതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ആള് നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പൊ ഇത്തരം സമ്പ്രദായങ്ങൾ ഗോപ്യമായിട്ടും രഹസ്യമായിട്ടും പ്രകടമായിട്ടും നമ്മളെ പൂർവികന്മാർ ആരാധിച്ചു വന്നതാണ്. നമ്മളെ നർത്തകന്മാരൊക്കെ ഇതിലേക്ക് ഇറങ്ങി കൃത്യമായിട്ട് അതിനനുസരിച്ച് വെറും വർഷത്തിലൊരിക്കൽ കൊടുങ്ങല്ലൂർ ദർശനം മാത്രമല്ല, ഈ ദേവതന്റെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളെ വീട്ടിൽ വെച്ച ദേവതാമാരെ ഉപചരിച്ചെങ്കിലും മാത്രമേ പൂർണ്ണമായിട്ട് നമ്മളെ കടബാധ്യതകളും കാര്യങ്ങളും വിട്ട് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും കൂടി നമുക്ക് അഭിവൃദ്ധിപ്പെടാൻ പറ്റും. അതുകൊണ്ട് ഇനി ഒന്നും കൂടി പറയുന്നത്, നിങ്ങളൊക്കെ ശ്രേഷ്ഠന്മാർ തന്നെയാണ്. കൃത്യമായിട്ട് നിങ്ങൾ ഈ ദേവതന്റെ സ്വഭാവം അറിഞ്ഞ് അതിനനുസരിച്ച് പൂജിക്കണം. കാളി മാതിക മത്സ്യമാംസാദി രാഗിണി രുചിരപ്രയാത പ്രഭാവം. കാളിക്ക് മദ്യം മത്സ്യം മാംസം രക്തം ഇതാ ദേവീന്റെ ദിവ്യം. ഇതിനെ തിരുത്തി പറയാൻ ഒരുത്തരും ഇല്ല. കാരണം ഇത് പറഞ്ഞ ഞാൻ നല്ല സാക്ഷാൽ പരമശിവനാണ്. രണ്ടാമത്തെ ഇവിടുത്തെ ഭക്തന്മാർ അമ്മയെ നാരായണ ചോറ്റാനിക്കര പോയി ജപിച്ചോ. കൊടുങ്ങല്ലൂർ അമ്മയെ നാരായണ അല്ല, അവിടെ വൈഷ്ണവ ദേവി ഒന്നല്ല, അവിടെ സാക്ഷാല് ഭദ്രകാളിയ. ആരാടാ എനിക്ക് മുന്നിലുള്ള ചോദിച്ചാലേ ഒരാളും ഇല്ല. ദേവീന്റെ ഭൈരവാദി പഞ്ചമൂർത്തികൾ ഭൈരവൻ, കണ്ടാകർണൻ, ദണ്ഡൻ,
പൊട്ടൻ ദൈവം, ഗുളി എന്നൊക്കെ പറഞ്ഞ മൂർത്തികളുണ്ട്. ഇവരൊക്കെ ആരാളെന്ന് ചോദിച്ചിട്ട് കാളിക്ക് ചുറ്റും ഭൂതപ്രേത പൈശാച മാതൃസഹിതം ഭൂതം പ്രേത പിശാചുക്കള് 64 കോടി 67 കോടി യോഗിനിമാരൊക്കെ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ പരന്ന് കിടക്കുന്ന ചൈതന്യത്തിന്റെ ബിന്ദു രൂപത്തിൽ ഇരിക്കുന്ന കുണ്ടലിനി ശക്തിയാണ് കാളി. ഈ ദേവതന ഇത്തിരി പോന്ന നമ്മള് ചെറുങ്ങനെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തമാണ്. അനന്തം എന്ന് പറഞ്ഞാല് എത്ര ഉണ്ടെന്ന് അറിയില്ല, പരന്ന് കിടക്കുന്നതാണ്. അജ്ഞാതം എത്ര ഉണ്ടെന്ന് അറിയില്ല, അജ്ഞാതമാണ്. അവർണ്ണനീയം, വർണ്ണിച്ചാൽ മതിവരാത്തതാണ്. ഈ ലോകഗോളം തിരിയുന്ന മാർഗം അറിയാലോ, ഇത് ഭൂമി തിരിയുന്ന അതിന്റെ എങ്ങാനും ഒരിടത്തിരുന്ന് നോക്കണം കഥ. ഇതെന്തറിഞ്ഞു നമുക്കൊന്നും അറിയില്ല. പക്ഷെ ഇത് നമ്മളെ തറവാട്ടിലുണ്ട്, നമ്മളെ കുണ്ടലിയിലുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ആരാധന തീർച്ചയായും ആചാര്യൻ എന്തായാലും ഈ ഒരു വൈകിയ വേളയിൽ ഒത്തിരി സാധകനാണ് അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും സാധനാസമയം, സാധകർ അധികവും രാത്രി സമയങ്ങളിലൊക്കെ ശാന്തതയുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സാധനയ്ക്ക് വേണ്ടി നീക്കി വെക്കുന്ന സമയം നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം ഇരുന്ന് നമ്മളോടൊപ്പം സംസാരിച്ചൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അറിവ് നമുക്ക് വേണ്ടി പങ്കുവെക്കുമ്പോൾ ഓരോ കുലാചാര തറവാടുകളും അല്ലെങ്കിൽ കുലാചാരം ഗോത്രാചാരങ്ങൾ പിൻപറ്റുന്ന ഓരോരുത്തരോടും നമുക്ക് പറയുന്നത് ഹിന്ദു ധർമ്മം ശ്രേഷ്ഠമായ ഒരു ധർമ്മവ്യവസ്ഥയാണ്. അതിൽ പതിതന്മാരില്ല. ഉള്ളത് രണ്ട്, പ്രത്യേകിച്ച് ഈ ആചാര പാരമ്പര്യത്തിലുള്ള രണ്ട് പരമ്പരയാണ്, രണ്ട് സമ്പ്രദായമാണ്. രണ്ട് സമ്പ്രദായം. ഒന്ന് വേദ പാരമ്പര്യമാണെങ്കിൽ മറ്റൊന്ന് തന്ത്ര പാരമ്പര്യമാണ്. വേദ പാരമ്പര്യമുള്ളവരാണ് വൈദികന്മാർ, നമ്പൂതിരിമാരൊക്കെ പറയുന്ന ആളുകൾ. ഇതിന് തന്ത്രം ചെയ്യുന്ന ആളുകളുമുണ്ട്. എന്നാൽ ശുദ്ധതന്ത്ര പാരമ്പര്യമുള്ളതാണ് ഭൂരിപക്ഷ ഹൈന്ദവർ. ഒന്ന് ശിവന്റെ മുഖത്തുനിന്നുണ്ടായതാണ്, മറ്റൊന്ന് ബ്രഹ്മാവിന്റെ മുഖത്തുനിന്നുണ്ടായതാണ്. ശിവനും ബ്രഹ്മാവും നമുക്ക് രണ്ടല്ല, രണ്ടും ശ്രേഷ്ഠമാണ്, രണ്ടും ശ്രേഷ്ഠം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭഗവാനിനുണ്ടായ തന്ത്രപാരമ്പര്യമുള്ള ഹൈന്ദവർ ഒരിക്കലും, അത് ഏത് ജാതിയാവട്ടെ, നിങ്ങൾ പാണനോ പറയനോ വേട്ടുവനോ നായരോ ഈഴോനോ ആരുമാകട്ടെ, അല്ലെങ്കിൽ എന്തുമാകട്ടെ, നിങ്ങൾ ആരും അശ്രേഷ്ഠരല്ല, ശ്രേഷ്ഠരാണ്. ആരോ വൈദികന്മാരുടെ ചില നിയമങ്ങൾ നിങ്ങൾ അശ്രേഷ്ഠരാണെന്ന് പറഞ്ഞു എന്ന് കരുതി നാം അശ്രേഷ്ഠരാകുന്നില്ല. അവരത് പറഞ്ഞു എന്ന് കരുതി അവരൊന്നും തന്നെ ദോഷക്കാരുമാകുന്നുണ്ട്. അവരുടെ നിയമപ്രകാരം അവർ പറഞ്ഞു ചെയ്യുന്നത്. അവരെ നമ്മൾ ദ്വേഷിക്കേണ്ട ആവശ്യമില്ല, അവരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയേണ്ടതില്ല. നമുക്ക് ഇന്ന് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. മറിച്ച് എന്താണ്, നമുക്ക് പരസ്പരം തിരിച്ചറിയേണ്ടതുണ്ട്, ഒന്നിച്ചു പോകേണ്ടതുണ്ട്. ആ ഒന്നിച്ചു പോകുമ്പോൾ സ്വന്തം കുലധർമ്മത്തിൽ അധിഷ്ഠിതമായി പോവുക, അവിടെയാണ് ശ്രേയസ്കരം. ഇടയ്ക്കിടയ്ക്ക് ആചാര്യൻ പറഞ്ഞതുപോലെ പരധർമ്മോ വയാവഹ, നമുക്ക് സ്വധർമ്മം ശ്രേയം. നമ്മുടെ ധർമ്മത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ശ്രേയസ് ഉണ്ടാകുന്നത്. നമ്പൂതിരിമാരും മറ്റു വൈദിക പാരമ്പര്യവും അവർ എങ്ങനെ നിലനിന്ന് അവരെങ്ങനെ പ്രൗഢി ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അവരവരുടെ പാരമ്പര്യത്തെ വിട്ടുകൊടുത്തില്ല. എവിടെയെങ്കിലും വിളിച്ചാലും അവരുടെ പാരമ്പര്യത്തെ അവിടെ വെക്കുന്നു. നമ്മളോ നമ്മുടെ പാരമ്പര്യത്തെ അറിയാതെ വിട്ടുകളയുന്നു. പലപ്പോഴും പല തറവാടുകളിലും കുലദേവതാരാധന നടക്കുമ്പോൾ കാളികളിടത്ത് കാളിക്ക് മദ്യമത്സ്യമാംസത്തിൽ വെക്കുന്നതിന് പോലെ അത് ഉത്തമ കാളിയാണ്, പുറത്ത് വെക്കാം, അകത്ത് വേണ്ട എന്ന് പറഞ്ഞ് പുറത്ത് നിവേദ്യം വെക്കുന്ന സമ്പ്രദായം ഇന്നും പിന്തുടരുന്നു. എന്താണ്, തന്റെ അമ്മയ്ക്ക് നിഷിദ്ധമാണെന്ന് കരുതുന്നു. അവിടെയാണ് ആചാര്യൻ പറഞ്ഞു രുതിരപ്രിയ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇതെല്ലാം അമ്മയുടെ മുന്നിൽ തന്നെയാണ് വെക്കേണ്ടത് എന്ന് തന്നെ പറയുകയാണ്. ഒപ്പം ഈ ഒരു വിഷയം സംസാരിച്ച സ്ഥിതിക്ക് ഇതിൽ ഒരിക്കലും തന്നെ നമ്മൾ ഇപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ബലി നിരോധനവുമായി ബന്ധപ്പെട്ട് ആ ഒരു നിയമത്തെ കുറിച്ചോ ഒന്നും പറയാതിരുന്നതിന് പ്രധാന കാരണം അതുമായി സംസാരിക്കാൻ നമുക്ക് അവിടെ ആ ഒരു നിയമപ്രകാരം പീഡിപ്പിക്കപ്പെട്ട ആചാര്യന്മാരും ശിഷ്യന്മാരും ഒക്കെ നമ്മുടെ ഈ നാട്ടിലുണ്ട്. അവരിൽ നിന്ന് തന്നെ അത് അറിയുന്നതിന് വേണ്ടി അവരിൽ നിന്ന് ചോദിച്ച് അവരിലൂടെ അവരനുഭവിച്ച ത്യാഗവും അതുപോലെ അവിടെ അനുഭവിച്ച പീഡകളും അവഹേളനങ്ങളും ഒക്കെ അവരിൽ നിന്ന് അറിയേണ്ടതുണ്ട്. അത് അവരിൽ നിന്ന് നമുക്ക് കേൾക്കാമെന്ന് കരുതുന്നു. നമ്മൾ ഇന്നും ആശ്രമത്തിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അവർ ഇതുപോലെ വന്നിരുന്ന് നമ്മളോട് അവരുടേതായിരിക്കുന്ന കാര്യം പറയും. ഒപ്പം നമുക്ക് ഈ പറയുന്ന നിയമവ്യവസ്ഥയെ കുറിച്ചും എങ്ങനെ നിയമത്തെ നമുക്ക് മാറ്റിമറിക്കാം, നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ആ സമയത്ത് ചർച്ച ചെയ്യാമെന്ന് എഴുതിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു വിഷയത്തെ കൂടുതൽ ഊന്നി സംസാരിക്കാതിരുന്നത്. ഇദ്ദേഹം ആചാര്യനാണ്, അദ്ദേഹം പിൻപറ്റുന്ന സമ്പ്രദായത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആശയത്തെ കുറിച്ചും അറിയാനാണ് ആ രീതി വെച്ചത്. തന്നെ ആ ഒരു വിഷയത്തോടു കൂടി അദ്ദേഹത്തെ നോക്കിക്കാണാൻ ചോദിക്കാൻ ഞാൻ തയ്യാറല്ല. അത് ചോദിക്കേണ്ടത് അതിൽ ഉൾക്കൊണ്ട് അത് പ്രവർത്തിച്ച വീരന്മാരായിട്ടുള്ള ആചാര്യന്മാർ വേറെ ഉള്ളത് കൊണ്ട് ആ വീരത്വം കാണിച്ച് അദ്ദേഹവും വീരനാണ് യഥാർത്ഥത്തിലല്ല, ആ വീരന്മാരോട് ആ രീതിയിൽ തന്നെ നമുക്ക് ചോദിക്കാം. എന്തായാലും വേളയിൽ നമുക്ക് വേണ്ടി ഇത്രയും നേരം സമയം ചെലവഴിച്ച ബഹുമാന്യ ആചാര്യൻ, ആദരണീയ പൂജനീയ തന്ത്രി സംഗീത് മാഹി എന്ന ആചാര്യന് പ്രത്യേകം നമ്മുടെ ഭാഗത്തും പ്രേക്ഷകരുടെ ഭാഗത്തും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. വളരെ നന്ദിയുണ്ട് ആചാര്യൻ ഇത്രയും നേരം നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. അപ്പോ തുടർന്ന് നമുക്ക് ഇതുപോലെ ഉള്ള ആചാര്യന്മാരെയും സമ്പ്രദായത്തെയും നമുക്ക് ഇനിയും പരിചയപ്പെടണം, മുന്നോട്ട് പോകണം. നമുക്ക് നമ്മുടെ നാട്ടിൽ ഏത് സാധാരണക്കാരനായിരിക്കുന്ന ഗുരുവര്യനുമാകട്ടെ അദ്ദേഹത്തിന്റെ സമ്പ്രദായം ശ്രേഷ്ഠമാണെന്നും ആചാരനിഷ്ഠനാണെന്നും അദ്ദേഹത്തെ ലോകം അറിയണമെന്ന് തോന്നുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ദൃശ്യമാധ്യമങ്ങളോ പത്രമാധ്യമങ്ങളോ കേമന്മാരെ പ്രദർശിപ്പിക്കുക എന്നല്ലാതെ അറിയപ്പെടേണ്ട ആചാര്യന്മാരുടെ മഹത്വം ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുവരാറില്ല.
അപ്പോൾ നമുക്കാകുന്ന മാധ്യമം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആചാര്യന്മാരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് അത് ആശ്രമത്തിലെ നമ്പർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രോളിംഗ് പോകുന്നുണ്ട്, ആ നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് അവരെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് ഈ ലോകത്തിന് പരിചയപ്പെടുത്തണം. നമ്മളെ പോലെയുള്ള കേവലന്മാരല്ല, അത്തരത്തിലുള്ള ശ്രേഷ്ഠന്മാരെയാണ് ലോകം അറിയേണ്ടത്. അത് നമുക്കാകുന്നത് ചെയ്യുകയാണ്. ആ ഒരു സത്കർമ്മത്തിൽ, ആ ഒരു എന്താ പറയുക സച്ചിന്തയോട് കൂടിയുള്ള ഈ ധർമ്മ മുന്നേറ്റത്തിൽ എവിടെയും ഒരു പങ്കാളിത്തം, സഹകരണം ഉണ്ടാകണം. ഒരിക്കലും ഇതൊരു തെറ്റായ രീതിയിൽ കാണുന്നതുകൊണ്ട് പരിചയപ്പെടുത്തുക. നമ്മുടെ പ്രദേശത്തെ ആചാര്യന്മാരെ നാം പരിചയപ്പെടുത്തുന്നത് ആട്ടമാവട്ടെ, പാട്ടാവട്ടെ, കൊട്ടാവട്ടെ, പാരമ്പര്യമായിട്ട് എന്തുമാകട്ടെ അതിനെ പരിചയപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരിക. അപ്പോൾ മാത്രമാണ് തലമുറയ്ക്ക് അതിനോട് ഒരാവേശവും അത് പഠിക്കണമെന്നും പ്രചരിപ്പിക്കണമെന്നും തോന്നുന്നു. അല്ലാത്ത പക്ഷം പ്രചരിപ്പിക്കപ്പെടുന്നതെന്തോ അതിന്റെ പുറകെയാണ് നമ്മൾ പോകുക. അപ്പോൾ ഉണ്ടാകുന്നത് നമ്മുടെ സമ്പ്രദായ നാശമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സമ്പ്രദായ നാശം വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അഭിമുഖം അല്ലെങ്കിൽ ഈ ഒരു ചർച്ച ഇവിടെ ഉപസംഹരിക്കുന്നതായിട്ട് പറയാണ്. എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരിനീലിയമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാന മക്കൾ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ ഹരേ നമ ചണ്ടാള രൂപായ ഗുരു ശ്രീപാദകാം പൂജയാമി. ചണ്ടാളഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം. ജയ് മാ കാളി.